എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം. ഒരു ഫാക്ടറിയിൽ കുറേ തൊഴിലാളികൾ ജോലി ചെയ്യുന്ന ഫാക്ടറി. ഒരു ദിവസം സാധാരണയുള്ളതുപോലെ ആളുകൾ വന്നപ്പോൾ ആ ഫാക്ടറിയുടെ ഫ്രണ്ടിൽ ഒരു പുതിയ ബാനർ കണ്ടു. ആ ബാനർ ഇതാണ്: നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ തളർത്തിയിട്ടുള്ള, നിങ്ങളുടെ ഉയർച്ചയ്ക്ക് തടസ്സമായി നിന്നിട്ടുള്ള ഒരാൾ കഴിഞ്ഞ രാത്രി നിര്യാതനായി. ശാന്തമായി കടന്നു വന്ന് എല്ലാവർക്കും ആദരാഞ്ജലികൾ അർപ്പിക്കാം. ഇതാണ് വാചകം. ആളിൻ്റെ പേര് മാത്രം എഴുതിയിട്ടില്ല. എല്ലാവർക്കും ആകാംക്ഷയായി, എൻ്റെ വളർച്ചയ്ക്ക് തടസ്സമായി നിൽക്കുന്ന ഈ ഫാക്ടറിയിൽ ആരാണ്? പലരുമുണ്ട്, ഇതിൽ ആരാണ് മരിച്ചത് അറിഞ്ഞുകൂടാ. എന്തായാലും എല്ലാവർക്കും കാണാനുള്ള ആകാംക്ഷ. ഓരോരുത്തർ ശാന്തരായി കടന്നു ചെന്ന് ആ മുറിയിൽ, മൃതശരീരം വെച്ചിരിക്കുന്ന മുറിയിലേക്ക് കടക്കുകയാണ്. അവിടെ ചെല്ലുമ്പോൾ ഒരു ശവപ്പെട്ടിയുണ്ട്. അതിനുള്ളിൽ ഓരോരുത്തരായി കടന്നു വന്ന് കണ്ടിട്ട് പോകണം എന്നാണ്. ഓരോരുത്തരും വന്ന് കണ്ടിട്ട് പെട്ടിക്കകത്തേക്ക് നോക്കിയിട്ട് ഒന്നും മിണ്ടാതെ അങ്ങ് പോയി. ആരും ഒന്നും പറഞ്ഞില്ല. ആരാണെന്നോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും സംസാരിച്ചില്ല. സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, ആ ശവപ്പെട്ടിക്കകത്ത് പെട്ടിയുടെ അത്രയും നീളത്തിലുള്ള ഒരു മുഖം നോക്കുന്ന കണ്ണാടി വെച്ചിട്ടുണ്ടായിരുന്നു. ഓരോരുത്തരും എൻ്റെ ഉയർച്ചയ്ക്ക് തടസ്സമായി നിൽക്കുന്നത് ആരാണെന്ന് കാണാൻ താഴേക്ക് കുനിഞ്ഞു നോക്കിയപ്പോൾ കണ്ട മറുപടി അവനവൻ്റെ തന്നെ മുഖമാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ പരാജയത്തിൻ്റെ കാരണം നമ്മൾ തന്നെയാണ്. നിൻ്റെ ഉയർച്ചയ്ക്ക് തടസ്സമായി നിൽക്കുന്നത് വേറെ ആരുമല്ല, നീ തന്നെയാണ് എന്ന തിരിച്ചറിവോടെ ഫാക്ടറിയിലെ ആളുകൾ തിരികെ പോയി. ഇന്ന് രാത്രി നമ്മൾ തിരുവചനം പങ്കുവയ്ക്കുമ്പോൾ വേറെ ആരെയെങ്കിലും കുറിച്ച് പഠിക്കാനല്ല, നമുക്ക് നമ്മെ തന്നെ കാണാനുള്ള ഒരവസരമാണ് സുവിശേഷ പ്രസംഗ വേദികൾ. നമുക്ക് നാം ആരാണെന്ന് തന്നെ നമ്മെ തന്നെ തിരിച്ചറിയാനും, നമ്മുടെ യഥാർത്ഥ ദർശനം എന്താണെന്ന്, നമ്മുടെ യഥാർത്ഥ രൂപം എന്താണെന്ന് കണ്ടു മടങ്ങാൻ സാധിക്കട്ടെ. ആ സ്വയദർശനമാണ് നമ്മെ ദൈവദർശനത്തിലേക്ക് നയിക്കുന്നത്. ഇന്ന് രാത്രി ഞാൻ പങ്കുവയ്ക്കുന്നത് തിരുവചനത്തിൽ പ്രതിപാദിക്കുന്ന ഒരു വിഷയം, കഥ പറയുന്ന കരുവേലകങ്ങൾ എന്നുള്ളതാണ് ഈ രാത്രിയിലെ പ്രസംഗ വിഷയം. കരുവേലകങ്ങൾ തിരുവചനത്തിൽ പ്രതിപാദിക്കുന്ന ധാരാളം സന്ദർഭങ്ങളുണ്ട്. കരുവേലകങ്ങൾ കഥ പറയുകയാണ്. കരുവേലകങ്ങളുമായി ബന്ധപ്പെട്ട 9 സംഭവങ്ങളാണ് കരുവേലകവുമായി ബന്ധപ്പെട്ട് തിരുവചനത്തിലുള്ളത്. കുറേ സ്ഥലങ്ങളിലുണ്ട്. അതിലെ 9 വാക്കുകൾ പ്രത്യേകമായി ശ്രദ്ധയിൽപ്പെടുത്തി എൻ്റെ വാക്ക് അവസാനിപ്പിക്കാം സമയത്ത്. കരുവേലകങ്ങൾ ഇംഗ്ലീഷിൽ ഓക്ക് ഓർ ടെറബന്ത് ട്രീസ്, TREBINTH, ടെറബന്ത് ട്രീസ്. അതിനാണ് കരുവേലകങ്ങൾ എന്ന് പറയുന്നത്. പലസ്തീനിൽ സാധാരണ കാണുന്ന ഒരു നിത്യഹരിതമായ കട്ടിയുള്ള ഒരു വൃക്ഷമാണ് കരിവേലകം. നമ്മുടെ പൊളിമരം പോലെ ഉള്ള ഒരു മരം. 2 തരത്തിലുള്ള ഓക്ക് ട്രീസിനെ കുറിച്ചാണ് വേദപുസ്തകത്തിൽ പരാമർശിക്കുന്നത്. 2 തരത്തിലുള്ള ഓക്ക് ട്രീസ് ആണ് ബൈബിളിൽ പരാമർശിക്കുന്നത്. സാധാരണ കരിവേലകം വലിയ ഉയരത്തിൽ നമ്മൾ തെങ്ങ് പോലെ വളരുന്ന വൃക്ഷം അല്ല, പുളിമരം പോലെയുള്ള വൃക്ഷമാണ്. പക്ഷേ അതിന് വളരെ ശാഖകളുണ്ട്, ഇടതൂർന്ന ശിഖരങ്ങളുണ്ടാവും. നല്ല കട്ടിയുള്ള ഒരു വൃക്ഷമാണ്. അതിൻ്റെ തൊലിക്ക് വളരെ കട്ടിയാണ്. 1500 വർഷം വരെ ഒരു കരുവേലകത്തിന് ആയുസ്സുണ്ട്. 1500 വർഷം വരെ ഒരു കരുവേലകം നിൽക്കും എന്നാണ്. യഹൂദന്മാർ വേദപഠനത്തിനും കൂട്ടങ്ങൾ കൂടുന്നതിനും ചെറിയ വിശ്രമങ്ങൾക്കും ഒക്കെ നമ്മുടെ നാട്ടിലെ ആൽമരത്തിൻ്റെ ചുവട് പോലെ അവർ ഉപയോഗിച്ചിരുന്നതാണ് കരുവേലകം. ഈ കരുവേലകവുമായി ബന്ധപ്പെട്ട്
തിരുവചനത്തിൽ പറയുന്ന കരിവേലകങ്ങൾ, ഹോളി ഓക്ക്, ഇതിന് പല സന്ദർഭങ്ങളിൽ കരിവേലകം ദൈവികമായ ചില പ്രമാണങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. അങ്ങനെ സാക്ഷ്യം വഹിച്ചിട്ടുള്ള 9 ഭാഗങ്ങൾ ശ്രദ്ധപ്പെടുത്തി സമയത്തിനകം തീർക്കണം എന്നാണ് ചിന്ത. ഒന്നാമത്, കരിവേലകവുമായി ബന്ധപ്പെട്ട് കാണുന്ന ഒന്നാം സംഭവം ഉൽപ്പത്തി പുസ്തകം 35-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള തിരുവചനങ്ങൾ. സർ, ക്യാൻ യു റീഡ്? ഉൽപ്പത്തി പുസ്തകം 35-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളാണ് കരിവേലകത്തെ പ്രതിപാദിക്കുന്ന ഒന്നാം വേദഭാഗം. ആ മൈക്കോട് വായിക്കണേ സർ. ഉൽപ്പത്തി പുസ്തകം 35-ാമത്തെ അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. അനന്തരം ദൈവം യാക്കോബിനോട്, നീ പുറപ്പെട്ട് ബേഥേലിൽ ചെന്ന് പാർക്ക. നിന്റെ സഹോദരനായ ഏശാവിൻ്റെ മുമ്പിൽ നിന്ന് നീ ഓടിപ്പോകുമ്പോൾ നിനക്ക് പ്രത്യക്ഷനായ ദൈവത്തിന് അവിടെ ഒരു യാഗപീഠം ഉണ്ടാക്കുക എന്ന് കൽപ്പിച്ചു. അപ്പോൾ യാക്കോബ് തൻ്റെ കുടുംബത്തോടു കൂടെയുള്ള എല്ലാവരോടും, നിങ്ങളുടെ ഇടയിലുള്ള അന്യദേവന്മാരെ നീക്കിക്കളഞ്ഞ് നിങ്ങളെ ശുദ്ധീകരിച്ച് വസ്ത്രം മാറുവീനെന്നും പുറപ്പെട്ട് ബേഥേലിലേക്ക് പോക. എൻ്റെ കഷ്ടകാലത്ത് എൻ്റെ പ്രാർത്ഥന കേൾക്കുകയും ഞാൻ പോയ വഴിയിൽ എന്നോടുകൂടെ ഇരിക്കുകയും ചെയ്ത ദൈവത്തിന് ഞാൻ അവിടെ ഒരു യാഗപീഠം ഉണ്ടാക്കും എന്ന് പറഞ്ഞു. അങ്ങനെ അവർ തങ്ങളുടെ പക്കലുള്ള അന്യദേവന്മാരെയൊക്കെയും കാതുകളിലെ കുണുക്കും യാക്കോബിൻ്റെ പക്കൽ കൊടുത്തു. യാക്കോബ് അവയെ ശേഖേമിനരികെയുള്ള കരിവേലകത്തിന് കീഴിൽ കുഴിച്ചിട്ടു. പിന്നെ അവർ എല്ലാവർക്കും യാക്കോബിൻ്റെ കഥ അറിയാം. ഞാൻ ആ കഥയൊന്നും പറയാൻ സമയമെടുക്കുന്നില്ല. യാക്കോബിനെ കുറിച്ച് കഴിഞ്ഞ രാത്രികളിലെ പ്രസംഗങ്ങളിലൊക്കെ ചില പരാമർശങ്ങളുണ്ടായിരുന്നു. യാക്കോബ് തൻ്റെ അപ്പൻ്റെ വീട്ടിൽ നിന്ന് ഓടിപ്പോകുന്ന വഴിയിൽ വെച്ച് ഗോവണി കാണുകയും ദർശനം കാണുകയും അവിടെ വെച്ച് ദൈവം അവനോട് പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, നീ ഏതു സ്ഥലത്ത് പോയാലും ഈ സ്ഥലത്തേക്ക് തിരികെ വരണം. അവിടെ ദൈവം ഇവിടെ തന്നെ ഉണ്ട് എന്ന അർത്ഥത്തിൽ ആ സ്ഥലത്തിന് ബഥേൽ എന്ന് പേരിട്ടു. അവൻ അവിടെ നിന്ന് കടന്നുപോയി നാളുകൾ കഴിഞ്ഞപ്പോൾ അവന് മക്കൾ, യാക്കോബിൻ്റെ ജീവിതത്തിലെ 12 ആൺമക്കളും ഒരു മകളും, ദീന എന്നാണ് മകളുടെ പേര്. അവരുടെ ജീവിതത്തിൽ ഇപ്പോൾ ഉണ്ടായ സംഭവം 34-ാമത്തെ അധ്യായം വായിക്കേണ്ട സർ. 34-ാം അധ്യായം 1-2 വാക്യങ്ങൾ മുതൽ വീട്ടിൽ വായിക്കണം നിങ്ങൾ. അവിടെ പറയുന്നത്, യാക്കോബിൻ്റെ മകളായ ദീന ഒരു ദിവസം അവളുടെ കൂട്ടുകാരികളെ കാണാനായി പോയി. കൂട്ടുകാരികളെ കാണാൻ പോയി. അവിടെ വെച്ച് വേറൊരു ചെറുക്കൻ അവളെ പിടിച്ചുകൊണ്ടുപോയി. ശേഖേം എന്ന് പറയുന്നവൻ അവളെ പിടിച്ചുകൊണ്ടുപോയി വഷളാക്കി. അങ്ങനെ വളരെ വിഷമമായി, ആ വീട്ടിൽ പ്രയാസമായി, വീട് മുഴുവൻ നാണക്കെട്ട് പ്രയാസമായി. അപ്പോൾ അവസാനം ഇവൾക്ക് 12 ആങ്ങളമാരുണ്ട്, അറിയാം. 12 ആങ്ങളമാരും പ്രധാനപ്പെട്ട ശമോനും ലേവിയും കൂടി ചെന്ന് അവരോട് സംസാരിച്ചു. അവർക്ക് എതിരായി ചെയ്യാവുന്ന വലിയ പരാക്രമങ്ങൾ കാണിച്ചു. അവസാനം ഒരു കോംപ്രമൈസ് എന്നുള്ള നിലയിൽ അവനെ വിളിച്ചുകൊണ്ടുവന്ന് അവനെ കൊണ്ട് പെങ്ങളെ കെട്ടിച്ചു. പക്ഷേ അതൊരു ചതിവായിരുന്നു. കല്യാണം കഴിപ്പിച്ച് ഏതാനും നാളുകൾ കഴിഞ്ഞപ്പോൾ അവനെ അവർ ചതിവിൽ കൊന്നു. വേദപുസ്തകത്തിൽ കാണുന്ന ആദ്യത്തെ ദുരഭിമാന കൊലയാണ് ഈ കാണുന്ന ചിത്രം. നിങ്ങൾ വീട്ടിൽ വായിക്കണം വേദഭാഗം. 34-ാമത്തെ അധ്യായം 25-ാം വാക്യത്തിൽ ലേവിയും ശമോനും കൂടെ ചേർന്ന് അവനെ കൊന്നു. അവസാനം അവരുടെ ഇടയിൽ നാണക്കെട്ടിരിക്കുന്ന ഒരപ്പൻ, അപ്പൻ്റെ ഇപ്പോഴത്തെ ഒരു ഭാവം മാത്രം വായിക്കാം സർ. 34-ാമത്തെ അധ്യായം 30-ാമത്തെ വാക്യം. 34-ാം അധ്യായം 30-ാം വാക്യം. അപ്പോൾ യാക്കോബ് ശെമയോനോടും ലേവിയോടും, ഈ ദേശനിവാസികൾ കനാന്യരുടെയും പെരിസ്യരുടെയും ഇടയിൽ നിങ്ങൾ നാറ്റിച്ച് വിഷമിപ്പിച്ച്, നിങ്ങൾ ഈ ആളുകളുടെ ഇടയിൽ എന്നെ നാറ്റിച്ച് നാറിച്ച് വിഷമത്തിലാക്കിയിരിക്കുന്നു. യാക്കോബ് പറയാണ്, മതി ഇവിടെ പറയാണ്, ഈ സംഭവത്തിൽ പറയാണ്, നിങ്ങൾ എന്നെ ഇവരുടെ മുമ്പിൽ നാറ്റിച്ച് നാണം കെടുത്തിയിരിക്കുന്നു. ആധുനിക ലോകത്തിലെ മനുഷ്യന്റെ പ്രധാനപ്പെട്ട പ്രശ്നം, കുഞ്ഞുങ്ങളുള്ളത് വലിയ സന്തോഷമാണ്. പക്ഷേ ഇവിടെ ഒരു പെൺകുട്ടി അവരുടെ കൂട്ടുകാരികളെ കാണാൻ പോവുകയാണ്. എന്നാൽ അനേകം കുഞ്ഞുങ്ങൾ കൂട്ടുകാരുടെ സ്വാധീനത്തിലായി അപകടങ്ങളിൽ പെടുകയാണ്.
കൂട്ടുകാരികളെ കാണാൻ പോകുന്നത് ഒരു പാപമൊന്നുമല്ലായിരിക്കാം, പക്ഷേ കൂട്ടുകാർ ചതിക്കുകയാണ്. കൂട്ടുകാരികളെ കാണാൻ പോയിട്ട് അവസാനം ഒരു ചെറുക്കൻ പിടിച്ചുകൊണ്ട് പോവുകയാണ്. അനേക കുട്ടികൾക്ക് അപ്പൻ പറഞ്ഞാൽ കേൾക്കില്ല, അമ്മ പറഞ്ഞാൽ കേൾക്കില്ല, സാറ് പറഞ്ഞാൽ കേൾക്കില്ല, പള്ളിയിൽ അച്ഛൻ പറഞ്ഞാൽ കേൾക്കില്ല, കൂട്ടുകാർ പറഞ്ഞാലേ കേൾക്കുള്ളൂ. അനേകർ പോയി അപകടങ്ങളിൽ പോയി ചാടുകയാണ്. ഇവിടെ ഒരു കൂട്ടുകാരി അവളെ അപകടത്തിൽപ്പെടുത്തുകയാണ്. അവസാനം എന്ത് ചെയ്യണമെന്നറിയാൻ വയ്യാതെ നാണക്കെട്ട 12 ആങ്ങളമാരെയും അപ്പനും വാവിട്ട് നിലവിളിക്കുകയാണ്. അപ്പൻ വിളിച്ച് പിള്ളേരോട് പറയുകയാണ്, കുഞ്ഞുങ്ങളെ, ഈ അന്യദേശത്ത് ഇവിടെ വന്ന് നമ്മൾ താമസിക്കുമ്പോൾ എല്ലാവരുടെയും മുമ്പിൽ നിങ്ങൾ എന്നെ നാറ്റിച്ച് നാണം കെടുത്തിയിരിക്കുന്നു. അത് തന്നെയാണ് വാക്ക്. നിങ്ങളെന്നെ നാറ്റിച്ച് നാണം കെടുത്തിയിരിക്കുന്നു. എന്ത് ചെയ്യണമെന്നറിയാൻ വയ്യാതെ വിഷമിക്കുകയാണ്. അപ്പോൾ ദൈവം യാക്കോബിനോട് പറയുന്നതാണ് 35-ാം അധ്യായം 1-ാം വാക്യത്തിൽ, നീ പുറപ്പെട്ട് ബഥേലിലേക്ക് പോക. അവിടെ നിന്ന് ഓടിപ്പോരുന്ന സമയത്ത് വഴിക്ക് വെച്ച് നീ എന്നോട് പറഞ്ഞില്ലേ, നീ എവിടെ പോയാലും ഇവിടേക്ക് തിരിച്ചു വരണമെന്ന്. അങ്ങനെ യാക്കോബ് അവരെ കൂട്ടി പോവുകയാണ്. ലോകത്തിൽ ഇന്ന് ദുരഭിമാന കൊലകൾ നടക്കുകയാണ്. മക്കൾ നമുക്കിഷ്ടമില്ലാത്ത വിവാഹത്തിലേക്ക് പോയി പുറപ്പെടുമ്പോൾ, നമുക്കിഷ്ടമില്ലാത്ത ബന്ധങ്ങളിലേക്ക് പോകുമ്പോൾ അവരെ കൊല ചെയ്യുന്ന ചിത്രം ഇന്ന് നോർത്ത് ഇന്ത്യയിൽ മാത്രമല്ല നമ്മുടെ നാട്ടിലും കാണുകയാണ്. ഗതിയില്ലാത്തതുകൊണ്ട് കല്യാണം കഴിപ്പിച്ചു, പക്ഷേ അവരെ കൊല്ലുകയാണ് ശമോനും ലേവിയും കൂടെ ചേർന്ന്. ലോകത്തിലെ ആദ്യത്തെ ദുരഭിമാന കൊല ഇവിടെയാണ് നടക്കുന്നത്. അത് 34-ാം അധ്യായം 25-ാം വാക്യത്തിൽ വിശദീകരിക്കുന്നുണ്ട്. അവസാനം എന്ത് പറ്റിയെന്ന് വെച്ചാൽ യാക്കോബും മക്കളെയും കൂട്ടി ബഥേലിലേക്ക് പോവുകയാണ്. ബഥേലിലേക്ക് പോകുമ്പോൾ നേരെ അങ്ങ് പോവുകയല്ല, അവരുടെ കയ്യിലുള്ള അന്യദേവന്മാരെയും അവരുടെ കുണുക്കുകളെല്ലാം പറിച്ച് കരിവേലകത്തിന്റെ കീഴിൽ കുഴിച്ചിട്ടിട്ടാണ് ബഥേലിലേക്ക് പോകുന്നത്. ബഥേൽ ദൈവത്തിന്റെ ഭവനമാണ്. കരിവേലകമാണ് എൻ്റെ വിഷയം. അവരുടെ കുണുക്കുകളെല്ലാം പറിച്ച്, കുണുക്കുകളെല്ലാം എക്സ്ട്രാ ഫിറ്റിങ്സ് ആണ്, ഒറിജിനലായിട്ടില്ലാത്ത എക്സ്ട്രാ ഫിറ്റിങ്സ്. ബഥേലിലേക്ക് പോകണമെങ്കിൽ, ദൈവസന്നിധിയിലേക്ക് പോകണമെങ്കിൽ, കർത്തൃസന്നിധിയിലേക്ക് പോകണമെങ്കിൽ നമ്മൾ ഇതുപോലെ അങ്ങ് പോയാൽ പോരാ. പിന്നെ അന്യദൈവന്മാർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഏതെങ്കിലും വിഗ്രഹങ്ങളല്ല. എന്താണ് അന്യദൈവങ്ങൾ? അന്യദൈവന്മാർ എന്ന് പറഞ്ഞാൽ ദൈവത്തെക്കാൾ ഉപരിയായി നാം എന്തിനെ സ്നേഹിക്കുന്നുവോ അതെല്ലാം അതർ ഗോഡ്സ് ആണ്, അതെല്ലാം ഐഡൽസ് ആണ്. അങ്ങനെയുള്ളതിനെ പറിച്ചു കളഞ്ഞ് നിന്റെ എക്സ്ട്രാ ഫിറ്റിങ്സും പറിച്ച് കരിവേലകത്തിന്റെ കീഴിലിട്ടിട്ട് പോവുകയാണ്. ഇന്ന് രാത്രി തിരുവചനം ശ്രവിക്കുമ്പോൾ നമുക്ക് നമ്മെ തന്നെ കാണാൻ ശ്രദ്ധിക്കണമെങ്കിൽ കരിവേലകം സാക്ഷ്യം പറയുന്ന ഒന്നാം കാര്യം, യാക്കോബിന്റെ മക്കളും കുടുംബവും മുഴുവൻ ചേർന്ന് അവരുടെ കുണുക്കുകൾ കുഴിച്ചിട്ടത് എൻ്റെ അടുത്താണ് എന്ന് നേരിട്ട് കണ്ട കരിവേലകങ്ങളുണ്ട്. പ്രിയപ്പെട്ട സ്നേഹിതരെ, നമ്മളൊക്കെ പള്ളിയിൽ പോകുന്നവരാണ്, പ്രാർത്ഥിക്കുന്നവരാണ്, ആരാധിക്കുന്നവരാണ്, ദൈവത്തെ വിളിക്കുന്നവരാണ്. പക്ഷേ നമ്മുടെ എക്സ്ട്രാ ഫിറ്റിങ്സ് കൊണ്ടൊന്നും കർത്തൃസന്നിധിയിൽ ചെല്ലില്ല. ഞാനിപ്പോൾ വെരി റെവറൻ ഡോക്ടർ എന്നൊക്കെ ഇങ്ങനെ പറയും. ഇതൊക്കെ ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം എക്സ്ട്രാ ഫിറ്റിങ്സ് ആണ്. യഥാർത്ഥത്തിൽ ഒരു സാധാ പച്ച മനുഷ്യരാണ്. നമുക്കെല്ലാം കുറേ എക്സ്ട്രാ ഫിറ്റിങ്സ് ആണ് ഇതെല്ലാം ഉള്ളത്. കർത്തൃസന്നിധി ഡോക്ടറും ഇല്ല, വെരി റെവറൻറ്റും ഇല്ല, സാധാ റവയും ഇല്ല, ഒരു റവയും ഇല്ല. ദൈവസന്നിധിയിൽ പച്ചയായ മനുഷ്യൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഈ എക്സ്ട്രാ ഫിറ്റിങ്സ് കൊണ്ടൊന്നും കർത്തൃസന്നിധി ചെല്ലാമെന്ന് ആരും വിചാരിക്കണ്ട. എക്സ്ട്രാ ഫിറ്റിങ്സ് ഒക്കെ അവിടെ കുഴിച്ചിടുക അല്ലാതെ ഇതുകൊണ്ടൊന്നും കർത്തൃസന്നിധിയിലേക്ക് ചെല്ലില്ല എന്ന തിരിച്ചറിവ്. 2 രാജാക്കന്മാർ 5-ാം അധ്യായത്തിൽ ഒരു വലിയ മനുഷ്യൻ, നയമാൻ എന്ന് പറയുന്ന മനുഷ്യൻ, അവൻ ആരാം രാജാവിന് ജയം ഉണ്ടാക്കി കൊടുത്ത സൈനാധിപനാണ്. നിങ്ങൾക്ക് അവൻ്റെ കഥ അറിയാം. അവൻ വലിയൊരു സൈനാധിപനായിരുന്നു. അവന് പവറുള്ളയാളായിരുന്നു, പദവിയുള്ളയാളായിരുന്നു. അവന് കുഷ്ഠരോഗമായിരുന്നവൻ പ്രവാചകനായ ഏലീശയുടെ അടുത്തേക്ക് ചെല്ലാൻ പോവുകയാണ്. പ്രവാചകന്റെ അടുത്തേക്ക് പോകുമ്പോൾ അവൻ അവിടെ നിന്ന് രാജാവിൻ്റെ കയ്യിൽ നിന്ന് ഒരു റെക്കമെൻഡേഷൻ ലെറ്റർ വാങ്ങി പ്രവാചകന്റെ അടുത്തേക്ക് പോവുകയാണ്. പ്രവാചകൻ അവനെ മൈൻഡ് ചെയ്തതേയില്ല. പ്രവാചകൻ അവനെ സ്വീകരിച്ചതേയില്ല. അവൻ എഴുത്തുകൊണ്ടിരുന്നപ്പോൾ പ്രവാചകൻ പറയുകയാണ്, ഇവൻ വെറുതെ വഴക്കുണ്ടാക്കാനായിട്ട് വരികയാണ്. അവൻ രാജാവിൻ്റെ കയ്യിൽ നിന്ന് കത്ത് വാങ്ങിക്കൊണ്ട് വരികയാണ്. രാജാവിൻ്റെ കത്തൊന്നും അവിടെ ആവശ്യമില്ല. അവൻ വിചാരിച്ചത്, ഞാനൊരു പ്രധാന ഉദ്യോഗസ്ഥനായതുകൊണ്ട്, സേനാപതി ആയതുകൊണ്ട് എന്നെ ആദരവോട് സ്വീകരിക്കും എന്നാണ്.
പക്ഷേ പ്രവാചകരത് സ്വീകരിച്ചില്ല. നീ കർത്തൃസന്നിധി ചെല്ലുമ്പോൾ സേനാധിപനല്ല, നീ കർത്തൃസന്നിധി ചെല്ലുമ്പോൾ സൈന്യാധിപനല്ല, നീ കർത്തൃസന്നിധി ചെല്ലുമ്പോൾ രാജാവിൻ്റെ കത്തിന് വിലയില്ല. കർത്തൃസന്നിധി ചെല്ലുമ്പോൾ നീ കുഷ്ഠരോഗിയാണ്. ഹി വാസ് എ മാൻ ഓഫ് വാലർ ബട്ട് എ ലെപ്പർ. കർത്തൃസന്നിധി ചെല്ലുമ്പോൾ നീ ഒരു കുഷ്ഠരോഗിയാണ്. കർത്തൃസന്നിധി ചെല്ലുമ്പോൾ നീ ഒരു പരാക്രമശാലി അല്ല. അതുകൊണ്ട് നമ്മുടെ എക്സ്ട്രാ ഫിറ്റിങ്സ് എല്ലാം കരിവേലകത്തിന്റെ ചുവട്ടിൽ കുഴിച്ചിട്ടിട്ട് ബഥേലിലേക്ക് ചെല്ലുകയാണ് ഈ രാത്രി നമുക്ക് ആവശ്യം. അതുകൊണ്ട് കരിവേലകം സാക്ഷ്യം പറയുന്ന ഒന്നാമത്തെ കാര്യം ഇതാണ്: ശേഖേമിലെ കരിവേലകം, കുണുക്കുകൾ കുഴിച്ചിട്ട കരിവേലകത്തിന്റെ ചുവട്. അതുകൊണ്ട് ഈ കരിവേലകത്തിന് നന്നായിട്ട് അറിയാം, ഇവർ വലിയ എക്സ്ട്രാ ഫിറ്റിങ്സ് കൊണ്ട് നടന്നതാണ്. ആ ഫിറ്റിങ്സ് എല്ലാം അഴിച്ച് എൻ്റെ ചുവട്ടിലാണ് കുഴിച്ചിട്ടതെന്ന് നേരിട്ട് കണ്ട വൃക്ഷങ്ങളാണ് ഈ ഇവിടുത്തെ വൃക്ഷങ്ങൾ. അതാണ് പ്രത്യേകമായി ശ്രദ്ധിക്കാനുള്ളത്. സ്കൂളിൽ ടാബ്ലോയ്ക്ക് സാധാരണ ഡ്രസ്സെല്ലാം ഇട്ടുകൊണ്ട് വന്ന കുട്ടി, നമുക്കറിയാം ഇന്ന് നമ്മളൊക്കെ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന പോലെയല്ല. ഇന്ന് ടാബ്ലോയ്ക്കും ബാക്കിയുള്ളതിൻ്റെ എല്ലാം ഇന്ന് നമ്മൾ കൂലിക്കാരെ നിർത്തിയാണ് അവരെ ഒരുക്കുന്നതും കാശ് മുടക്കിയാണ് ചെയ്തത്. പണ്ടൊക്കെ നമ്മളാണെങ്കിൽ ചുമ്മാ വീട്ടിൽ അപ്പൻ്റെ ഒരു മുണ്ട് കൊടുത്ത് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു പഴയ സാരി കൊടുത്തുകൊണ്ടൊക്കെയാണ് വേഷം കെട്ടുന്നത്. ഇപ്പോൾ അങ്ങനെയല്ല, ഇപ്പോൾ അതെല്ലാം നല്ല കാശ് മുടക്കിയാണ് പരിപാടി നടത്തുന്നത്. ഇവിടെ ഒരു സാധാരണ ഡ്രസ്സ് ഇട്ടുകൊണ്ട് വന്ന കുട്ടി അവരോട് പറഞ്ഞു, അവൻ ചോദിച്ചു, സർ എൻ്റെ വേഷം മഹാത്മാഗാന്ധിയാണ്, എന്ത് തുണിയാണ്, എന്ത് ഡ്രസ്സാണ് ഇവിടെ ഇടുന്നത്? അധ്യാപകൻ പറഞ്ഞു, നീ ഒരു ഡ്രസ്സ് ഇടണ്ട, നിനക്കുള്ള തുണി അങ്ങ് അഴിച്ചു കളഞ്ഞാൽ മതി, അപ്പോൾ നീ ഇതാകും. എന്താകും? നിൻ്റെ ഈ പുറത്തുള്ള ഈ തുണിയെല്ലാം അഴിച്ചു കളഞ്ഞാൽ തന്നെ നീ മഹാത്മാഗാന്ധിയാകും. നമ്മുടെ ഈ പുറത്തുള്ള ഈ കുണുക്കുകൾ അഴിച്ചു കളഞ്ഞാൽ തന്നെ നീ പച്ച മനുഷ്യനാകും. അതാണ് ദൈവം പ്രതീക്ഷിക്കുന്നത്. സ്നേഹിതരെ, ഇവിടെയാണ് കരിവേലകം പറയുന്ന ഒന്നാം സത്യം. കരിവേലകം പറയുന്നത് നിൻ്റെ എക്സ്ട്രാ ഫിറ്റിങ്സ് കൊണ്ടൊന്നും ബേഥേലിലേക്ക് പോകരുത്. അവിടെ ബേഥേലിൽ അത് സ്വീകാര്യമല്ല. അതുകൊണ്ടാണ് ബേഥേലിലേക്ക് പോകുന്നതിന് മുമ്പ് യാക്കോബ് തൻ്റെ മക്കളെ എല്ലാവരെയും വിളിച്ചിട്ട് അവരുടെ കുണുക്കുകളും അന്യദേവന്മാരെയെല്ലാം കരിവേലകത്തിൻ്റെ ചുവട്ടിൽ കുഴിച്ചിട്ടിട്ടാണ് അവർ നേരെ ബേഥേലിലേക്ക് പോകുന്നത്. നമുക്കിന്ന് രാത്രി കർത്തൃസന്നിധിയിലേക്ക് ചെല്ലാൻ നമ്മുടെ എക്സ്ട്രാ ഫിറ്റിങ്സ്, നമുക്ക് ഇവിടൊക്കെ നിൽക്കുമ്പോൾ എക്സ്ട്രാ ഫിറ്റിങ്സ് ഒക്കെ കാണാൻ കൊള്ളാമെന്നുള്ളതല്ലാതെ ഇതൊന്നും ദൈവസന്നിധിയിലേക്ക് എടുക്കുന്നതല്ല എന്ന സത്യം തിരിച്ചറിയണം എന്ന് മാത്രം ഓർപ്പിക്കട്ടെ. ഇതാണ് ഒന്നാമത്തെ കരിവേലകം പറയുന്ന കഥ. എക്സ്ട്രാ ഫിറ്റിങ്സ് കുഴിച്ചിടുന്ന, കുണുക്കുകൾ കുഴിച്ചിട്ട കരിവേലകത്തിൻ്റെ ചൂട്. 2, ഉൽപ്പത്തി പുസ്തകം 35 അധ്യായം 7-8 വാക്യങ്ങൾ. ഉൽപ്പത്തി പുസ്തകം 35, 7-8 വാക്യങ്ങൾ വായിക്കാമോ സാർ? അവൻ അവിടെ ഒരു യാഗപീഠം പണിതു. തൻ്റെ സഹോദരൻ്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോയപ്പോൾ അവന് അവിടെ വച്ച് ദൈവം പ്രത്യക്ഷനായതുകൊണ്ട് അവൻ ആ സ്ഥലത്തിന് ബഥേൽ എന്ന് പേർ വിളിച്ചു. വായിച്ചോ 7-8 വാക്യങ്ങൾ. റബേക്കയുടെ ധാത്രിയായ ഡബോര മരിച്ചു. അവളെ ബഥേലിന് താഴെ ഒരു കരിവേലകത്തിന് കീഴിൽ അടക്കി. അതിന് അല്ലോൻ ബാഖൂത്ത് വിലാപവൃക്ഷം എന്ന് പേരിട്ടു. ഇവിടെയാണ് ബഥേലിൽ, അവിടെ ഒരു യാഗപീഠമുണ്ട്. ബഥേലിലെ യാഗപീഠത്തിൻ്റെ അടുത്ത് അവിടെ റബേക്കയുടെ ധാത്രി മരിച്ചു. ദെബോറ എന്നാണ് അവളുടെ പേര്. ഞാൻ കഥ പറയുന്നില്ല. ദെബോറ മരിച്ചു. ദെബോറ മരിച്ചപ്പോൾ ബഥേലിലെ യാഗപീഠത്തിനോട് ചേർന്നുള്ള കരിവേലകത്തിൻ്റെ ചുവട്ടിൽ അവളെ സംസ്കരിച്ചു. യാഗപീഠത്തിനടുത്തുള്ള കരിവേലകത്തിൻ്റെ ചുവട്ടിൽ അവളെ സംസ്കരിച്ചു. ബഥേലിലെ കരിവേലകം ശവസംസ്കാരം കണ്ട കരിവേലകമാണ്. ഉൽപ്പത്തി പുസ്തകം 35 അധ്യായം 7-8 വാക്യങ്ങളാണ് വായിച്ചത്. എന്നിട്ട് അവിടെ കുഴിച്ചിട്ടത് കൊണ്ട് ആ സ്ഥലത്തിന് വിലാപവൃക്ഷം എന്നാണ് ആ വൃക്ഷത്തിന് പേര് കൊടുത്തു. എന്താണ് ഇതിൻ്റെ അർത്ഥം? യാഗപീഠവും മൃതശരീരം അടക്കുന്നതും തമ്മിൽ എന്താണ് ബന്ധം? അവിടെ പറയുന്നത് ആ ബഥേലിനടുത്ത്, യാഗപീഠത്തിനടുത്തുള്ള കരിവേലകത്തിൽ, അതാണ് പറഞ്ഞ പ്രത്യേകം. യാഗപീഠവും കരിവേലകവും തമ്മിലുള്ള ബന്ധം എന്താണ്? യാഗപീഠവും ഭൗതിക ശരീരം സംസ്കരിക്കുന്നതും തമ്മിലുള്ള ബന്ധം എന്താണ്?
നമ്മുടെ എല്ലാ ശുശ്രൂഷകളിലും വാങ്ങിപ്പോയവരെ യാഗപീഠവുമായി ബന്ധപ്പെടുത്തിയാണ് അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുന്നത്. യാഗപീഠവും പഴയ നാളുകളിൽ നമുക്ക് പോയി പട്ടണത്തിലൊന്നും അത് പറ്റില്ലെന്നേ ഉള്ളൂ. പഴയ നാളുകളിലൊക്കെ പള്ളിയോട് ചേർന്നാണ് സെമിട്രികളെല്ലാം. ഇപ്പം നമ്മുടെ ഇവിടെ ഒന്നും ഇത് പറ്റാത്തത് കൊണ്ട് ആണ് അങ്ങനെ ഇല്ലാത്തത്. അപ്പം യാഗപീഠവും സെമിട്രിയും തമ്മിലുള്ള ബന്ധം, യാഗപീഠവും വാങ്ങിപ്പോയവരും തമ്മിലുള്ള ബന്ധം, നമ്മുടെ വാങ്ങിപ്പോയവരെ ഓർത്തുകൊണ്ടാണ് യാഗപീഠത്തിൽ വിശുദ്ധ കുർബാന ആരംഭിക്കുന്നത് തന്നെ. കർത്താവേ നിന്റെ രക്തശരീരങ്ങൾ പറഞ്ഞുകൊണ്ടാണ്. യാഗപീഠവും വാങ്ങിപ്പോയവരും തമ്മിലുള്ള ബന്ധം ഇവിടെ ബഥേലും അതുപോലെ യാഗപീഠവും അവിടെ ധാത്രി അടക്കിയ കരിവേലകത്തിൻ്റെ ചുവടും തമ്മിലുള്ള ബന്ധം നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ സാധാരണ നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. നമ്മുടെ ആരാധനയിൽ നമ്മൾ സാധാരണ പ്രാർത്ഥിക്കാറുണ്ട്. എന്താണ് പാടുന്ന പാട്ട്? പാതകിയാം റൂബേലിനു ജീവൻ മോശ മൃഗബലിയാൽ നൽകിയെങ്കിൽ ജീവനെഴുന്നൻ ബലിയാലേ. ബാക്കി എന്താ? ഇത് എപ്പം പറയുന്ന കുർബാന കഴിഞ്ഞിട്ട് കഴിയുന്നതിന് മുമ്പ് വലിയ, പിന്നെ ഇതെവിടെ ആര് കേൾക്കാനാ? അപ്പൊ അവിടെ പാടുന്നത് പാതകനാ റൂബേലിന്റെ ജീവൻ മൂശ മൃഗബലിയാൽ നൽകിയെങ്കിൽ ജീവനെഴുന്നൻ ബലിയാലേ വിശ്വാസികളായി മരിച്ചോർക്കങ്ങ് എത്ര ഗുണം കൂടും. നിങ്ങൾ വീട്ടിൽ ചെന്ന് കുർബാനക്രമം എടുത്ത് നോക്കിയിട്ട് കുർബാനയുടെ സമാപനത്തിൽ പാടുന്ന, അത് കഴിഞ്ഞിട്ട് പാടുന്ന പാട്ടിൻ്റെ കൂട്ടത്തിൽ അതുണ്ട്, ഇന്ന് പോയി നോക്കണം. അവിടെ പറയുന്ന വാക്ക് പാതകനാം റൂബേലിന് ജീവൻ മൂശ മൃഗബലിയാൽ നൽകിയെങ്കിൽ. പാതകനാ റൂബേലിന്, റൂബേൽ ആരാണ്? ഇതിൻ്റെ അർത്ഥം അറിയണമെങ്കിൽ ഉൽപ്പത്തി പുസ്തകം 49 അധ്യായം 3-4 വാക്യങ്ങൾ. ഉൽപ്പത്തി പുസ്തകം 49 അധ്യായം 3-4 വാക്യങ്ങളിൽ യാക്കോബ് തൻ്റെ മരണശയ്യയിൽ വെച്ച് മക്കളെ എല്ലാവരെയും വിളിച്ച് നിരനിരയായി നിർത്തിയ ശേഷം രൂപേനെ വിളിച്ച് പറയുന്ന ഒരു ആശീർവാദമുണ്ട്. എന്താണ് ആശീർവാദം? ക്യാൻ യു റീഡ്? ഉൽപ്പത്തി പുസ്തകം 49:3-4 വാക്യങ്ങൾ. അവിടെ രൂപനെ കുറിച്ച് പേര് വിളിച്ചിട്ട് പറയാണ്, രൂപനെ നീ എൻ്റെ ആദ്യജാതൻ, എൻ്റെ വീര്യവും എൻ്റെ ശക്തിയുടെ ആദിഫലവും ശ്രേഷ്ഠതയുടെ വൈശിഷ്ട്യവും ബലത്തിൻ്റെ വൈശിഷ്ട്യവും തന്നെ. വെള്ളം പോലെ തുളുമ്പിപ്പോകുന്നവനെ നീ ശ്രേഷ്ഠനാകുകയില്ല. അവനോട് അപ്പൻ വിളിച്ചു പറയാ, വെള്ളം പോലെ തുളുമ്പുന്നവനെ നീ ശ്രേഷ്ഠനാകുകയില്ല. നീ അപ്പൻ ചാകാൻ നേരം മക്കളെ വിളിച്ചിട്ട് ഒരുത്തനെ വിളിച്ച് പറയാ, എടാ നീയേ വെള്ളം പോലെ തുളുമ്പുന്നവനാണ്, സ്ഥിരതയില്ലാത്തവനാണ്, അതുകൊണ്ട് നീ ശ്രേഷ്ഠനാകില്ല. മിക്കവാറും ഇന്നായിരുന്നു നമ്മൾ അയാളെ പിടിച്ച് കട്ടലിൽ നിന്ന് പിടിച്ച് താഴെയിട്ടേനെ. ചാവാൻ പോകുമ്പോൾ ഇങ്ങനെ എനിക്കിട്ട് പണി വന്നിട്ട് പോകുന്ന വല്യപ്പനെ പറയാണ്, നീ വെള്ളം പോലെ തുളുമ്പുന്നവനാണ്, നീ ശ്രേഷ്ഠനാവുകയില്ല. അങ്ങനെ ശ്രേഷ്ഠനാവുകയില്ല എന്ന് പറഞ്ഞ് പാതകിയാണ്. എന്നിട്ട് അവനെക്കുറിച്ച് കുറ്റമൊക്കെ പറഞ്ഞിട്ടുണ്ട്, അവൻ്റെ പാതകമൊക്കെ പറഞ്ഞിട്ടുണ്ട്. പാതകിയായ റൂബേലിന് അവന് ശരിക്കും പറഞ്ഞാൽ അനുഗ്രഹം ഇല്ല അവൻ്റെ അപ്പൻ്റെ കണക്കനുസരിച്ച്. പക്ഷേ മോശ പറയുന്ന വാക്ക് ശ്രദ്ധിച്ചോ? ആവർത്തന പുസ്തകം 33 അധ്യായം 6 വാക്യം. ആവർത്തന പുസ്തകം 33 അധ്യായം 6 വാക്യം. അവിടെ പറയുന്ന വാക്യമുണ്ട്. ആവർത്തന പുസ്തകം 33 അധ്യായം 6 വാക്യം. മോശ ഇവരിലെ ഓരോരുത്തരെയും ആശീർവദിച്ച് പറയുന്ന വാക്യമാണ്. റൂബനെ കുറിച്ച് പറയുന്ന വാക്യം. സർ, ക്യാൻ യു റീഡ്? 33 അധ്യായം 6 വാക്യം, ആവർത്തന പുസ്തകം. രൂബേൻ മരിക്കാതെ ജീവിച്ചിരിക്കട്ടെ. റൂബേൻ മരിക്കാതെ ജീവിച്ചിരിക്കട്ടെ. അവന്റെ പുരുഷന്മാർ കുറയാതിരിക്കട്ടെ. അവന്റെ പുരുഷന്മാർ കുറയാതിരിക്കട്ടെ. ഇത് ആര് കൊടുക്കുന്ന ആശീർവാദം? മോശ. അതെങ്ങനെയാണ്? അവന്റെ അപ്പം പറഞ്ഞു നീ ശരിയാകത്തില്ലെന്ന്. പക്ഷെ മോശ അറിയാണ്, നീ വലിയവനാകട്ടെ, നിന്റെ തലമുറ വലുതാകട്ടെ. എങ്ങനെ? അതാണ് പിതാക്കന്മാർ പാട്ടിലൂടെ പാടിയത്. പാതകനാ റൂബേലിന് ജീവൻ മൂശ മൃഗബലിയാൽ നൽകിയെങ്കിൽ, മോശയുടെ മൃഗബലിയാൽ രൂപേന്റെ കുറവുകൾ പരിഹരിച്ച് അവന് ആശീർവാദം കിട്ടിയെങ്കിൽ, അതിനേക്കാൾ വലിയ ഈ ഇന്ന് അർപ്പിച്ച ബലിയാൽ പാതകിയായ എൻ്റെ അപ്പന് കുറവുകളുള്ള നമ്മുടെ മാതാപിതാക്കൾക്ക് എത്രയോ ഗുണം കിട്ടും എന്നാണ് പാട്ടിന്റെ അർത്ഥം. പാതകിയായ റൂബേലിന് അവൻ ശരിയാകത്തില്ലെന്ന് എൻ്റെ അപ്പൻ ശപിച്ചിട്ടും മോശയുടെ
മൃഗബലി കൊണ്ടുള്ള ബലിയാൽ അവൻ അനുഗ്രഹം ലഭിച്ചുവെങ്കിൽ ജീവനുള്ള ബലിയിൽ ആശ്രയം വെക്കുന്ന പാപിയായ നിനക്ക് ഈ ബലിയിൽ എത്രയോ അധികം ഗുണം കിട്ടുമെന്നാണ്. എന്ന് പറഞ്ഞാൽ യാഗപീഠവും വാങ്ങിപ്പോയവരും തമ്മിലുള്ള ബന്ധം, അതാണ് മലങ്കര സഭയുടെ അടിസ്ഥാന വിശ്വാസം. അവിടെയാണ്. അതുകൊണ്ട് ഒരാൾ മരിക്കുന്നതോടുകൂടി അതിന്റെ കാര്യവരിയോടെ അവസാനിക്കുകയല്ല, അത് യാഗപീഠവുമായി ബന്ധപ്പെട്ട് അവരുടെ ബന്ധം തുടരുകയാണ്. പ്രിയപ്പെട്ടവരെ, 2-3 വാക്കുകൾ അവിടെ നിങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഒന്ന്, ബലിയാൽ പാപിക്ക് ഗുണം ലഭിക്കുകയാണ്. 2, നമ്മൾ കാണുന്നത് നമ്മുടെ വാങ്ങിപ്പോയവരെ ഓർക്കുമ്പോൾ നമുക്ക് ധാരാളം കേട്ടിട്ടുണ്ട്. നമ്മുടെ കടങ്ങൾ വീട്ടാനുള്ള ഒരു സമയം കൂടിയാണ്. എന്ന് പറഞ്ഞാൽ, എൻ്റെ അപ്പൻ ജീവനോട് ഇരിക്കുമ്പോൾ എനിക്ക് പല കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയിട്ടില്ല, ഞാൻ പല കാര്യങ്ങൾ അദ്ദേഹത്തെ അനുസരിച്ചിട്ടില്ല. എന്നാൽ എനിക്കിപ്പോൾ ഇതെങ്കിലും ചെയ്തില്ലെങ്കിൽ എൻ്റെ കടം വീട്ടാനുള്ള ഒരവസരമാണ് ഇത്. മൂന്നാമതൊരു കാര്യം കൂടെ ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം, നമ്മുടെ മക്കൾ നമ്മളെ ഓർത്തില്ലെങ്കിലും, മിക്കവാറും അച്ഛന്മാർക്കറിയാം, നമ്മുടെ പല മാതാപിതാക്കൾ പള്ളിയിൽ പോയിക്കൊണ്ടിരുന്ന, അന്തസ്സായി ആരാധനയിൽ മുടങ്ങാതെ വന്നുകൊണ്ടിരുന്ന അവരുടെ ഓർമ്മ നടത്താൻ ഇന്ന് പല മക്കളില്ല. അപ്പനുണ്ടാക്കിയ വീട്ടിലാണ് അവൻ താമസിക്കുന്നത്, അപ്പനുണ്ടാക്കിയ റബ്ബറാണ് അവൻ ഉപയോഗിക്കുന്നത്, അപ്പനുണ്ടാക്കിയ തോട്ടത്തിലാണ് അവൻ വസിക്കുന്നത്. പക്ഷേ ഇന്ന് ആ അപ്പനെ ഓർക്കാൻ ആളില്ല. അത് പല കാര്യം കൊണ്ടും അവൻ നോക്കാനില്ല. രണ്ടാമത് കുറെ പച്ച പരിഷ്കാരികൾ വന്നപ്പോൾ മരിച്ചു കഴിഞ്ഞാൽ ഓർക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് കുറെ പിള്ളേർ പോയി. എൻ്റെ മക്കൾ എൻ്റെ കൂടല്ല, മക്കൾ ഞങ്ങളുടെ സഭയിലല്ല, അവർ പറയുന്നത് ഇനി അപ്പനെ ഓർത്തിട്ട് കാര്യമില്ല എന്നാണ്. ഒരു കാര്യം നിങ്ങൾ ഓർത്തോ, നിന്റെ മക്കൾ നിന്നെ ഓർത്തില്ലെങ്കിലും, നിന്റെ മക്കൾ ഈ സഭ വിട്ടുപോയാലും, നമ്മുടെ പ്രിയപ്പെട്ടവരെന്ന് കരുതിയവർ ആർക്ക് വേണ്ടി കഷ്ടപ്പെട്ടോ അവന്മാരെല്ലാം നിങ്ങളെ വിട്ടിട്ട് പോയി പച്ച പരിഷ്കാരികളായി, മരിച്ചവരെ ഓർക്കേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞാലും സഭ നിന്നെ ആണ്ടിലൊരിക്കൽ നിശ്ചയമായും ഓർത്തിരിക്കും. അതാണ് സകല വാങ്ങിപ്പോയവരുടെയും ഓർമ്മ ദിവസം. അപ്പോ നിന്റെ മക്കൾ നിന്നെ ഓർത്തില്ലെങ്കിലും, നീ ആർക്ക് വേണ്ടി കഷ്ടപ്പെട്ടോ അവർ നിന്നെ ഓർത്തില്ലെങ്കിലും, സഭ നിന്നെ ആണ്ടിലൊരിക്കലെങ്കിൽ നിശ്ചയമായി ഓർക്കുമെന്ന് ഓർപ്പിക്കുന്നതാണ് വാങ്ങിപ്പോയവരുടെ ഓർമ്മ ദിവസം നമ്മെ പഠിപ്പിക്കുന്ന പാഠം. ഇതാണ് കരിവേലകത്തിന്റെ 2ാം കഥ. കരിവേലകം പറയുന്നത് ലോകത്തിലെ എല്ലാ മതങ്ങളുമുണ്ട്. കഴിഞ്ഞ ദിവസം നിങ്ങൾക്കറിയാം, വാവ് ദിവസം ഹിന്ദുക്കൾ അവരുടെ പിതാക്കന്മാരുടെ പിതൃതർപ്പണമായിരുന്നു. അവരുടെ പിതാക്കന്മാർ മരിച്ചവരുടെ ഓർമ്മയായിരുന്നു. ഹിന്ദുക്കളും ബാക്കിയുള്ളവരും എല്ലാ മതക്കാരും അവരുടെ വാങ്ങിപ്പോയവരെ ഓർക്കുമ്പോൾ, ക്രിസ്ത്യാനികളുടെ കൂട്ടത്തിലെ ചില പച്ചപ്പരിഷ്കാരികൾ മാത്രമാണ് വാങ്ങിപ്പോയവരെ ഓർക്കാതിരിക്കുന്ന ഒരു ചിത്രം. നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചു നോക്കിയാൽ കരിവേലകമാണ് എൻ്റെ വിഷയം. കരിവേലകം 1, ശേഖേമിൽ കുണുക്കുകൾ കുഴിച്ചിട്ട കരിവേലകം. 2, യാഗപീഠം ധാത്രിയെ കുഴിച്ചിട്ട ദെബോറയെ അടക്കിയ സ്ഥലമാണ് ഇവിടെ ബഥേലിലെ കരിവേലകം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ യാഗപീഠവും വാങ്ങിപ്പോയവരും തമ്മിലുള്ള ബന്ധം സുദൃഢമാകുന്നത് നമ്മുടെയും അവരെ സ്വർഗത്തിൽ കയറ്റാൻ മാത്രമല്ല, നമ്മുടെയും അനുഗ്രഹത്തിന്റെ അടിസ്ഥാനമാണ്. 3, തിരുവചനത്തിലെ യോശുവയുടെ പുസ്തകം 24-ാം അധ്യായം 26-27 വാക്യങ്ങൾ. യോശുവ 24-ാം അധ്യായം 26-27 വാക്യങ്ങൾ. യോശുവയുടെ പുസ്തകം 24-ാം അധ്യായം 26-27 വാക്യങ്ങൾ. അവിടെ പറയുന്ന വാക്യങ്ങൾ, യോശുവ 24, 26, 27 വാക്യങ്ങൾ വായിക്കാം. പിന്നെ യോശുവ ഈ വചനങ്ങൾ ദൈവത്തിന്റെ ന്യായപ്രമാണ പുസ്തകത്തിൽ എഴുതി ഒരു വലിയ കല്ലെടുത്ത് അവിടെ യഹോവയുടെ വിശുദ്ധ മന്ദിരത്തിനരികെയുള്ള കരിവേലകത്തിന് കീഴെ നാട്ടിയും വെച്ചു. എന്നിട്ട് അടുത്ത വാക്യം കൂടെ വായിച്ചു. യോശുവ സകല ജനത്തോടും, ഇതാ ഈ കല്ല് നമുക്ക് സാക്ഷിയായിരിക്കട്ടെ, ഇത് യഹോവ നമ്മോട് കൽപ്പിച്ചിട്ടുള്ള. യോശുവ ഇസ്രായേൽ ജനതയെ മുഴുവൻ വിളിച്ചു കൂട്ടി. യോശുവയുടെ കഥയും നിങ്ങൾക്കറിയാം. യോശുവ ഇസ്രായേൽ ജനത്തെ മുഴുവൻ വിളിച്ചു കൂട്ടിയിട്ട് ജനത്തെ എല്ലാം ശേഖേമിൽ ഒന്നിച്ച് വിളിച്ചു കൂട്ടി. എല്ലാവരെയും ഒന്നിച്ച് വിളിച്ചു കൂട്ടിയിട്ട് ദൈവം നടത്തിയ വിധങ്ങളെക്കുറിച്ചുള്ള ഒരു പ്രഭാഷണമാണ് യോശുവയുടെ പുസ്തകം 24-ാം അധ്യായം 1 മുതൽ ഉള്ള വാക്യങ്ങൾ മുഴുവൻ. വായിക്കാൻ സമയം എടുക്കുന്നില്ല, വീട്ടിൽ വായിക്കുക. ദൈവം നടത്തിയ ആദ്യം മുതലുള്ള കഥകളെല്ലാം അവിടെ പറഞ്ഞു കേൾപ്പിച്ചതിന് ശേഷം യോശുവ
ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൂടെ എഴുതി വെച്ചതിന് ശേഷം അതൊരു കരിവേലകത്തിന്റെ ചുവട്ടിൽ ഒരു കല്ലവിടെ നാട്ടിയിട്ട് പറഞ്ഞു, ഈ വചനത്തിന് സാക്ഷി ഈ കല്ലാണ്. കരിവേലകത്തിന്റെ ചുവട്ടിലെ കല്ല്. കരിവേലകമാണ് എൻ്റെ വിഷയം. എന്നിട്ട് യോശുവ ചോദിച്ചു, ദൈവപക്ഷത്ത് നിൽക്കുന്നവർ ആരുണ്ട്? അങ്ങനെയുള്ളവർക്ക് ഇങ്ങോട്ട് നിൽക്കാം, അല്ലാത്തവർ അപ്പുറത്ത് നിൽക്കാം. വേർതിരിക്കുകയാണ്. എന്നിട്ട് യോശുവ ആദ്യം പറഞ്ഞു, 24 അധ്യായം 15 വാക്യം, നമുക്കറിയാവുന്ന പ്രസിദ്ധമായൊരു വാക്യമാണ്. യോശുവ ആദ്യം പറഞ്ഞു, ഞാനും, നമ്മുടെ വീടുകളിലൊക്കെ പണ്ട് എഴുതി വെക്കുമായിരുന്നു, ഇപ്പം ഫാഷൻ വന്നപ്പോൾ ഒന്നും എഴുതി വെക്കത്തില്ല. ഞാനും, ബാക്കി അറിയാമോ, എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. ഇത് യോശുവ 24 അധ്യായം 15 വാക്യം. പണ്ടൊക്കെ നമ്മുടെ വീടുകളിൽ അപ്പച്ചന്മാരൊക്കെ പാപങ്ങൾ പല കഷ്ണത്തിലോ അല്ലെങ്കിൽ തകടയിലൊക്കെ എഴുതി വെക്കായിരുന്നു. ഇപ്പം ഭാഷം വന്നപ്പോൾ നമ്മളതൊന്നും എഴുതി വെക്കില്ല, അതൊക്കെ നാണക്കേടാണ്. തന്നെയല്ല, ഇപ്പോൾ അങ്ങനെ ചെയ്യുന്നുമില്ല. ഞാനും എൻ്റെ ഭവനമോ ഞങ്ങൾ യഹോവയെ സേവിക്കും എന്നുള്ളതിൻ്റെ തെളിവാണ് അവിടെ ഈ കരിവേലകം. ആധുനിക ലോകത്തിലെ ഇന്നത്തെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ്? ഞാനും എൻ്റെ ഭവനമോ ഞങ്ങൾ യഹോവയെ സേവിക്കുമെന്ന് ഈ കരിവേലകത്തിന്റെ ചുവട്ടിൽ നിന്ന് സാക്ഷി പറയാൻ ഇന്ന് എത്ര കുടുംബങ്ങൾക്ക് പറ്റും? ഇവിടെ തന്നെ നമ്മൾ ശ്രദ്ധിച്ചോ, നമ്മുടെ ആളുകൾ പ്രസംഗ യോഗത്തിന് വരുന്നു, പള്ളി വരുന്നു, ആരാധനയ്ക്ക് വരുന്നു. ഒരു 60 വയസ്സിൽ മുകളിലോട്ടുള്ളവരല്ലാതെ നമ്മളൊരു താഴോട്ടുള്ള കുഞ്ഞുങ്ങൾ, എല്ലാവരും ഇവിടെ ഇല്ല, എല്ലാവരും UK-ലും യൂറോപ്പിലും ഇംഗ്ലണ്ടിലും അവിടെയൊക്കെ പോയി. എന്നാലും ഞാനും എൻ്റെ കുടുംബവുമോ ഒരു കാലത്ത് പള്ളി ആരാധനയിൽ വരുമ്പോൾ ഞാനും കുടുംബവും കൂടെ പള്ളി വരും. പ്രാർത്ഥിക്കാൻ വരുമ്പോൾ നാമും കുടുംബവും കൂടെ പ്രാർത്ഥിക്കും. വേദപുസ്തകം വായിക്കുമ്പോൾ നാമും കുടുംബവും കൂടെ പ്രാർത്ഥിക്കും. ഇന്ന് ഉണ്ടെങ്കിലും വീട്ടിലുണ്ടെങ്കിലും ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കുമെന്ന് ഉറച്ചു പറയാൻ പറ്റാത്ത ഒരവസ്ഥയിലൂടെയാണ് നമ്മൾ പോകുന്നത്. ഇതാണ് ഇവിടെ ഈ കരിവേലകം സാക്ഷ്യം പറയുന്ന ഇതാണ്. കുടുംബം ദൈവസന്നിധി, ദൈവവചനത്തിന് സാക്ഷി നിന്ന കരിവേലകം. ഈ കരിവേലകത്തിന്റെ ചുവട്ടിൽ നിന്നാണ് അവിടെ യോശുവ പറയുന്നത്, ഞാനും എൻ്റെ കുടുംബമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. ദൈവവചനത്തിന് സാക്ഷ്യം നൽകിയതാണ് ഈ കരിവേലകം. ദൈവവചനത്തിന് ദൈവത്തോളം പ്രാധാന്യമുണ്ട്. നമുക്കറിയാം, ഈ ലോകം മുഴുവനും ഉണ്ടായത് എങ്ങനെയാണ്? വചനം കൊണ്ടാണ്. ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചു, ഉണ്ടായി. ആ വചനം കൊണ്ടാണ് ശതാധിപന് അവന് സൗഖ്യം കൊടുത്തത്. ആ വചനം കൊണ്ടാണ്. ഒരിക്കൽ കൊയറിൽ അടിച്ചു പൊളിച്ച് പാട്ടുപാടുന്ന ഒരു സഹോദരി ഉണ്ടായിരുന്നു. വലിയ തപ്പും കിന്നരും ഒക്കെ ആയിട്ട് പാട്ടുപാടുന്ന സ്ത്രീ, വലിയ മിടുക്കിയായ ഒരു കൊയറുകാരി. പക്ഷേ അവൾ വീട്ടിൽ ചെന്ന് അവൾ നാത്തുവനുമായിട്ട് അടിയോടടിയായിരുന്നു. ആര് അറിയാമോ? മോശയുടെ പെങ്ങൾ, നമ്മുടെ കൂട്ടുകാരി. മോശയുടെ പെങ്ങൾ വലിയ പാട്ടുകാരിയായിരുന്നു, മിറിയാമായിരുന്നു കൊയർ ലീഡർ. പക്ഷേ പാട്ടൊക്കെ പള്ളി പാടും, വീട്ടിൽ ചെന്ന് വേറെ പാട്ടാണ്. അവളുടെ സഹോദരിയുമായിട്ട് അവളുടെ നാത്തുവിനുമായിട്ട് ഭയങ്കര അടിയായിരുന്നു. അപ്പോൾ ഒരു വചനം വായിച്ച് അവളെ കുഷ്ഠരോഗിയാക്കി. ദൈവവചനം അവളെ കുഷ്ഠരോഗിയാകട്ടെ എന്ന് പറഞ്ഞു, കുഷ്ഠരോഗിയായി. വചനം കൊണ്ടാണ്. ഒരു ദിവസം തളർത്തു നിന്നിരുന്ന അത്തി അത് ഉണങ്ങട്ടെ എന്ന് പറഞ്ഞു. വചനം വായിച്ചപ്പോൾ ഉണക്കാനും പറ്റും, വചനം വായിച്ച് തളർക്കാനും പറ്റും. ഇവിടെയാണ് ദൈവവചനത്തിന്റെ ശക്തി. ഈ വചനത്തിന് സാക്ഷ്യം നിന്നതാണ് ഈ കരിവേലകം. ഇവിടെ നമ്മൾ കാണുന്നത് അതാണ്. ഭവനം ഒരു ഗാർഹിക സഭയാണ് സ്നേഹിതരെ. നമ്മുടെ വീടുകൾ ഗാർഹിക സഭയാണ്. ഒരു പള്ളിയിൽ ഉള്ള എല്ലാത്തിൻ്റെയും ഒരു ചെറിയ രൂപമാണ് നമ്മുടെ വീട്. പള്ളിയിൽ യാഗപീഠമുണ്ട്. നമ്മുടെ ഭവനങ്ങളിലും ഒരു ദൈവിക പീഠങ്ങൾ, ദൈവിക അനുഭവങ്ങൾ വേണം. പള്ളിയിൽ കത്തിയെരിയുന്ന മെഴുകുതിരികളുണ്ട്. നമ്മുടെ ഭവനങ്ങളിലും ആരെങ്കിലുമൊക്കെ കത്തിയെരിയുന്ന, ഉരുകിത്തീരുന്ന മനുഷ്യർ, അവിടെ ത്യാഗത്തിൻ്റെ മനുഷ്യർ ആവശ്യമുണ്ട്. ഇവിടെയുള്ളതെല്ലാം അവിടെയുണ്ട്. പള്ളിയിൽ പ്രാർത്ഥനയുണ്ട്, പാട്ടുണ്ട്, വേദവായനയുണ്ട്. ഇതെല്ലാം നിന്റെ വീട്ടിലും ഉണ്ടാകണം. അപ്പോഴാണ് യോശുവയെ കുറിച്ച് പറയുന്ന പോലെ പറയാൻ പറ്റും, ഞാനും എൻ്റെ ഭവനമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. അത്തരം കുടുംബങ്ങളാണ് സഭയുടെ അടിസ്ഥാനം. ഇതാണ് മൂന്നാമത്തെ കരിവേലകം, ദൈവവചനത്തിന് സാക്ഷി നിന്ന കരിവേലകം. ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കുമെന്ന് പറഞ്ഞിട്ട് യോശുവ ഒരു കല്ലെടുത്ത് കരിവേലകത്തിന് കീഴിൽ വെച്ചിട്ട് പറഞ്ഞു, ഇതാണ് അതിന് സാക്ഷി. 4 ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാമത്തെ അധ്യായം 11 മുതൽ 14 വരെയുള്ള 3 വാക്യങ്ങൾ. ന്യായാധിപന്മാർ 6-ാം അധ്യായം
11 മുതൽ 14 വരെയുള്ള 3 വാക്യങ്ങൾ. അനന്തരം യഹോവയുടെ ഒരു ദൂതൻ വന്ന് ഓഫ്രായിൽ അബിയേസ്രനായ യോവാഷിന്റെ കരിവേലകത്തിന് കീഴെ ഇരുന്നു. അവന്റെ മകനായ ഗിദെയോൻ കോതമ്പ് മിദ്യാന്യരുടെ കയ്യിൽ പെടാതിരിക്കേണ്ടതിന് മുന്തിരിച്ചക്കിന്റെ കീഴിൽ വെച്ച് മെതിക്കുകയായിരുന്നു. യഹോവയുടെ ദൂതൻ അവന് പ്രത്യക്ഷനായി. അല്ലയോ പരാക്രമശാലിയെ, യഹോവ നിന്നോടുകൂടെ ഉണ്ട് എന്ന് അവനോട് പറഞ്ഞു. ഗിദെയോൻ അവനോട്, അയ്യോ യജമാനനെ, യഹോവ നമ്മോടുകൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ത്? യഹോവ നമ്മെ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്നു എന്ന് നമ്മുടെ പിതാക്കന്മാർ നമ്മോട് അറിയിച്ചിട്ടുള്ള അവൻ്റെ അത്ഭുതങ്ങളൊക്കെയും എവിടെ? ഇപ്പോൾ യഹോവ നമ്മെ ഉപേക്ഷിച്ച് മിദ്യാന്യരുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ യഹോവ അവനെ നോക്കി, നിന്റെ ഈ ബലത്തോടെ പോക, നീ ദൈവദൂതൻ ഇസ്രായേൽ ജനതയ്ക്ക് നേതാക്കന്മാരില്ലാതെ നയിക്കാൻ തക്ക ആളില്ലാതെ വിഷമിച്ചിരിക്കുകയായിരുന്നു. 7 വർഷം മിദ്യാനർ ഇവരെ കൊള്ളയടിച്ചു. ഇവർ പാവങ്ങൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിക്കൊണ്ട് വരുമ്പോൾ എല്ലാം വിളവാകുമ്പോൾ മിദ്യാനിലെ നേതാക്കന്മാർ വന്ന് ഇതെല്ലാം പറിച്ചുകൊണ്ട് പോകും. ഇവരെന്ത് വിളവുണ്ടാക്കിയാലും മിദ്യാനർ വന്ന് എല്ലാം കൊണ്ടുപോകും. അങ്ങനെ മിദ്യാനർ ഇവരെ അടിമകളാക്കി വെച്ചു. ഇസ്രായേൽക്കാർ വളരെ വേദനയോട് കഴിയുകയായിരുന്നു. അപ്പോൾ ഒരു ദിവസം ഒരു ദൈവദൂതൻ പ്രത്യക്ഷപ്പെട്ടു ഒഫ്രയിലെ കരിവേലകത്തിന്റെ ചുവട്ടിൽ. എനിക്ക് കരിവേലകമാണ് എൻ്റെ വിഷയം. അവിടെ ഒഫ്രയിലെ കരിവേലകത്തിന്റെ ചുവട്ടിൽ ഒരു ദൂതൻ വന്നിരുന്നു. അപ്പോൾ ഒരുത്തൻ ഗിദെയോൻ അവൻ എന്ത് ചെയ്യായിരുന്നു? മിദ്യാന്യർ തങ്ങൾ ഉണ്ടാക്കിയത് കൊണ്ടുപോകാതിരിക്കാൻ അതിനെ കാവൽ കാത്ത് അവിടെ ഇരിക്കുകയായിരുന്നു. അപ്പോ അവനോട് പറഞ്ഞു, ഗിദെയോൻ, നീ ഈ ജനത്തെ നയിക്കാൻ പോകണം, ദൈവമാണ് സംസാരിക്കുന്നത്. അപ്പൊ അവൻ ചോദിച്ചു, അയ്യോ, ദൈവം ഞങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇതൊക്കെ എങ്ങനെ സംഭവിക്കും? 7 കൊല്ലമായി ഞങ്ങൾക്ക് ആരുമില്ല. ഇവന്മാരെല്ലാം ഞങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്നതെല്ലാം എടുത്തോണ്ട് വേണം, ഞങ്ങളെ അടിമകളാക്കിയിരിക്കുകയാണ്, എന്ത് ചെയ്യും? ഗിദെയോനോട് ദൈവം പറയാണ്, നിന്നെ ഞാൻ ഇസ്രായേലിന്റെ നേതാവാക്കുവാണ്. നീ അയ്യോ, ഞാൻ ഈ ബലത്തോട് പൊക്കോ, ഞാനൊരു ബലം തരികയാണ്. ഇസ്രായേലിന് സമയാസമയങ്ങളിൽ ആത്മീയ നേതാക്കന്മാരെ കണ്ടെത്തി അവരെ നിയമിക്കുന്ന കരിവേലകം. മലങ്കര സഭയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 1 വർഷം നമ്മൾ വളരെ പ്രതിസന്ധിയിലൂടെ പോയി. പരിശുദ്ധ ഭാവാതിരുമനസ്സുകൊണ്ട് പൗലോസ്ലിഹ ഭാവാതിരുമേനി കാലം ചെയ്തു. ഇനി എന്ത് ചെയ്യും? അടുത്ത കാര്യങ്ങൾ എങ്ങനെയാകും? മിദ്യാന്യർ 4 വശവും നോക്കിയിരിക്കുകയാണ്. നമ്മുടെ പിതാക്കന്മാർ കഷ്ടപ്പെട്ടുണ്ടാക്കിയത് പലതും മിദ്യാന്യർ കൊണ്ടുപോവുകയാണ്. പലരുടെ അടിമകളാകേണ്ടി വരുമോ? വേദനയോട് ഭാരത്തോട് നോക്കിയിരുന്നു. അപ്പോൾ അതാത് കാലത്തേക്ക് ആവശ്യമുള്ള നേതാക്കന്മാരെ തെരഞ്ഞെടുക്കാൻ ദൈവത്തിന്റെ ദൂതൻ പ്രത്യക്ഷപ്പെട്ട് ഗിദെയോനെ തെരഞ്ഞെടുത്തു. കഴിഞ്ഞ 1 വർഷമായി മലങ്കര സഭയെ സംബന്ധിച്ചിടത്തോളം ആത്മീയ നേതാക്കന്മാരെ തെരഞ്ഞെടുക്കാൻ ദൈവം അനുഗ്രഹിച്ച വർഷമായിരുന്നു. ഇത് നിങ്ങൾ ശ്രദ്ധിച്ചോണം. ആരെയാണ് തെരഞ്ഞെടുത്തതെന്നറിയാമോ? ആരെ? മിദ്യാന്യരെ കയ്യിലാകാതിരിക്കാൻ, വല്ലവനും അടിമയാകാതിരിക്കാൻ സൂക്ഷിച്ചുകൊണ്ടിരുന്ന ഗിദെയോനെയാണ്. അല്ല, വല്ലവനെ അടിമയാക്കാൻ തള്ളിവിടുന്നവനെ അല്ല, പിന്നെ മിദ്യാന്യരുടെ അടിമയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ 2 കാര്യങ്ങളായിരുന്നു അതിന്റെ പ്രതിരോധം. 2, നമ്മെ ഏൽപ്പിച്ചതിനെ സൂക്ഷിക്കുക. എന്നെ ഏൽപ്പിച്ച ഈ ഉണ്ടാക്കിയതെല്ലാം തട്ടിക്കൊണ്ടുപോകാതിരിക്കാൻ തന്നതിനെ സൂക്ഷിക്കുകയും ശത്രുവിൽ നിന്ന് വിടുതൽ കൊടുക്കാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്ത ഗിദെയോനെയാണ് അവിടെ നേതാവായി തെരഞ്ഞെടുത്തത്. മലങ്കര സഭയെ സംബന്ധിച്ചിടത്തോളം ഒരു പരിശുദ്ധ കാതോലിക്ക ബാവ അവരോധിതനാവുകയും സഭയ്ക്ക് അനുയോജ്യരായിട്ടുള്ള 7 പേരെ തിരഞ്ഞെടുക്കാനും അതിനുള്ള കാര്യങ്ങൾ തിരഞ്ഞെടുക്കാനും കഴിഞ്ഞ ദിവസം അതിനോട് കൂട്ടു ട്രസ്റ്റിമാരെ തിരഞ്ഞെടുക്കാനും ഒക്കെ ദൈവം സഹായിച്ച വർഷമായിരുന്നു കഴിഞ്ഞ 1 വർഷം. നമ്മൾ വിചാരിക്കും ഇതൊക്കെ എങ്ങനെ നടക്കും, എപ്പോൾ നടക്കും, ആര് നടത്തും? നമ്മളൊന്നും നടത്തുകയല്ല. ദൈവാത്മാവ് പറയുകയാണ്, നീ ഈ ബലത്തോട് പോകാം. ഇവരെല്ലാം വലിയ ബലവന്മാരൊന്നുമല്ല. ദൈവാത്മാവ് പറയാണ്, ഈ ബലത്തോട് പോകാം. ഇവിടെയാണ് കരിവേലകത്തിന്റെ 4ാം സന്ദേശം. ഇവിടെയാണ്
ദൈവജനത്തിന് ആത്മീയ നേതാക്കന്മാരെ തെരഞ്ഞെടുക്കാൻ പ്രത്യക്ഷപ്പെട്ട കരുവേലകം. ആ കരുവേലകത്തിന്റെ ചുവട്ടിൽ വെച്ചാണ് ഈ ദർശനമുണ്ടായതും. അങ്ങനെയാണ് ഗിദെയോനെ തെരഞ്ഞെടുത്ത് ഇസ്രായേലിനെ വിടുവിക്കാനുള്ള ക്രമീകരണം ചെയ്യുന്നത്. സ്നേഹിതരെ, നമ്മൾ വിചാരിക്കും ഈ വോട്ട് കിട്ടുന്നതും തെരഞ്ഞെടുക്കുന്നതും ഒക്കെ ആണെങ്കിലും അതൊരു ജനാധിപത്യത്തിൻ്റെ ഭാഗമാണെങ്കിലും ദൈവത്തിൻ്റെ കൃപ കൊണ്ട് മാത്രമേ ഈ കാര്യങ്ങൾ നടക്കുള്ളൂ. ഇത് തന്നെ നടത്താൻ എത്രയോ ആളുകൾ അവരവരുടെ കാര്യങ്ങൾ നോക്കാൻ നോക്കിയിട്ട് ചില സഭകൾ 5-6 വർഷം മുമ്പ് ചിലരെ തെരഞ്ഞെടുത്ത് വെച്ചിട്ട് അവരോധിക്കാൻ പോലും പറ്റാതിരിക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ ചുറ്റുമുണ്ട്. അതിന് നടുവിലാണ് ദൈവം നമ്മെ നടത്തുന്നതെന്ന് നാം ഓർക്കണം. ഗിദെയോനെ തെരഞ്ഞെടുത്തത് അവിടെയാണ് ദൈവാത്മാവ്. ഇതാണ് കരുവേലകം നൽകുന്ന സന്ദേശമാണ്. കാലാകാലങ്ങളിൽ ആത്മീയ നേതൃത്വം നൽകാൻ ദൈവം തെരഞ്ഞെടുത്ത, ആത്മീയ നേതാക്കളെ തെരഞ്ഞെടുത്ത കരുവേലകത്തിന്റെ ചുവട്. 5 2 ശമൂവേൽ 18 അധ്യായം 6 മുതലുള്ള വാക്യങ്ങൾ. 2 ശമൂവേൽ 18 അധ്യായം 6 മുതൽ 9 വരെയുള്ള 3 വാക്യങ്ങൾ. ഇസ്രായേൽ ജനം ദാവീദിന്റെ ചേവകരോട് തോറ്റു. അന്ന് അവിടെ ഒരു മഹാസംഹാരം നടന്നു. 20,000 പേർ പട്ടുപോയി. പട ആ ദേശത്തെല്ലാം. 14 15 വാക്യം വായിക്കും സർ. 18 അധ്യായം 14 15 വാക്യങ്ങൾ. എന്നാൽ യോവാബ്, ഞാൻ ഇങ്ങനെ നിന്നോട് സംസാരിച്ച നേരം കളയുകയില്ല എന്ന് പറഞ്ഞ് 3 കുന്തം കയ്യിലെടുത്ത് അബ്ശാലോം കരുവേലകത്തിൽ ജീവനോടെ തൂങ്ങിക്കിടക്കുമ്പോൾ തന്നെ അവയെ അവന്റെ നെഞ്ചത്ത് കുത്തിക്കടത്തി. ഇവിടെ വായിച്ച വാക്യം നിങ്ങൾക്കറിയാം. ദൈവപുരുഷനായ ദാവീദിന്റെ മകനായ അബ്ശാലോം, മിടുക്കനായ ചെറുപ്പക്കാരൻ. അവൻ വളരുന്നത് അവന്റെ കയ്യും കാലും മുഖവും നഖവും വളരുന്നത് നോക്കി നോക്കി അവന്റെ അപ്പൻ അവനെ ആറ്റുനൂറ്റി വളർത്തി. അവൻ നല്ല മിടുക്കനായി. പക്ഷെ വളർന്നു കഴിഞ്ഞപ്പോൾ അവനിപ്പോ അപ്പനെതിരായി പണിയുകയാണ്. എന്താണെന്നറിയാൻ വയ്യാതെ നട്ടം തിരിഞ്ഞു. അപ്പോഴും അപ്പനെ സിംഹാസനത്തിൽ നിന്ന് ഇറക്കി വിട്ടിട്ട് അപ്പന്റെ പട്ടാളത്തെ അവൻ വലിയൊരു ഭാഗത്തെ വിഭജിച്ചുകൊണ്ട് പോയി. സ്വന്തം അപ്പനെതിരായി യുദ്ധം ചെയ്യുകയാണ് ഈ പയ്യൻ. ആ ചെറുപ്പക്കാരന്റെ സൗന്ദര്യത്തെക്കുറിച്ചൊക്കെ വിശദീകരിക്കുന്നുണ്ട്. അവന്റെ പറന്നു കിടക്കുന്ന തലമുടിയും അവന്റെ സൗന്ദര്യവുമെല്ലാം. അവൻ ഒരു ദിവസം അവൻ ഏറ്റവും പ്രിയപ്പെട്ട കഴുതയുടെ പുറത്ത് കയറി അവൻ പോവുകയാണ്. അവൻ പോകുമ്പോ വലിയ വൃക്ഷങ്ങളുടെ കൂമ്പാരം, കരുവേലക വൃക്ഷങ്ങളുടെ നടുവിലൂടെയാണ് പോകുന്നത്. അപ്പോൾ അവന്റെ പറന്നു കിടന്ന തലമുടി ഒരു കരുവേലക വൃക്ഷത്തിൽ കുരുങ്ങി താഴെ കിടന്നു. അപ്പോ അവൻ മുകളിലായി വന്നിരുന്ന കഴുത അങ്ങ് ഓടിപ്പോയി. അവൻ ആകാശത്തിനും ഭൂമിക്കും മീതെ തൂങ്ങിക്കിടന്നു. അവന്റെ തലമുടി, അവൻ വലിയ സൗന്ദര്യം പറഞ്ഞ തലമുടി തന്നെ അവനെ തൂക്കിയിട്ടു. അപ്പോ അവന്റെ ശത്രു സൈന്യം ഇവർ വന്ന് അവനെ കുന്തം കൊണ്ട് കുത്തിക്കൊന്നു. എന്താണ് ഈ കരുവേലകം പറയുന്ന സന്ദേശം? അനേകം മാതാപിതാക്കൾ തങ്ങളുടെ മക്കളെ വളർത്തുകയാണ്. മക്കൾ പലരും അപ്പനെതിരായിട്ട് യുദ്ധം ചെയ്യുകയാണ്. മത്സരികളായി ഓടി നടക്കുകയാണ്. യുവത്വത്തിന്റെ ശക്തി കൊണ്ട് ഓടി നടക്കുകയാണ്. ആരും ചോദ്യം ചെയ്യാനില്ലാതെ ഓടി നടക്കുകയാണ്. എന്ത് വൃത്തിയോടെ ചെയ്യാവുന്ന രീതി ഓടി നടക്കുകയാണ്. എന്നാൽ ആ കരുവേലകം മത്സരിയുടെ ജീവിതം അവസാനിപ്പിച്ച കരുവേലകമാണ്. ഇന്ന് ചോരത്തിളപ്പിൽ ഓടി നടക്കുകയാണ്. യുവതി യുവാക്കൾ വളരെ സന്തോഷമായി കഴിയട്ടെ. ഒരു കോവർ കഴുതയുടെ പുറത്ത് കയറിപ്പോയി. കഴിഞ്ഞൊരു ദിവസം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ എന്നറിയത്തില്ല. ഒരപ്പന് വളരെ വേദനയോട് കഷ്ടപ്പെട്ട് പാടുപെട്ട് എംടെക് വരെ പഠിപ്പിച്ച ഒരു മകനെക്കുറിച്ച് വേദനയോട് പറഞ്ഞു. അവൻ്റെ എംടെക് പഠനമെല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ അവരെ വീട്ടുകാർ കല്യാണമൊക്കെ ആലോചിച്ചു. ഒരിക്കലും പറ്റാത്ത ഒരു പെണ്ണിനെ അവൻ പിടിച്ചുകൊണ്ട് വന്നു. അവസാനം നിവൃത്തിയില്ലാത്തത് കൊണ്ട് കല്യാണമൊക്കെ കഴിഞ്ഞു. ആരാണെന്ന് നിങ്ങൾ ആലോചിച്ച് തലവുകയൊന്നും വേണ്ട. അപ്പോൾ അവസാനം കല്യാണമൊക്കെ കഴിഞ്ഞു. ആ പയ്യൻ ഒരു 2 മാസം കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, അച്ഛാ ഞാൻ ചേട്ടാ സുഖമായിരിക്കുന്ന അച്ഛാ, പക്ഷേ ആ കോവർ കഴുത എന്നെ ഇട്ടിട്ട് പോയി അച്ഛാ. അവൾ വേറെ ഒരുത്തൻ്റെ കൂടെ പോയി. അവൾ ഇവിടുന്ന് അമേരിക്കയ്ക്ക് പോയി. അവിടെ ചെന്ന് അവൾ ആ കോവർ കഴുത വേറെ ഒരുത്തൻ്റെ കൂടെ പോയി. നീ വലിയതാണെന്ന് കരുതുന്ന കോവർ കഴുതിയൊന്നും നിലനിൽക്കുന്നത് നിന്റെ പാവപ്പെട്ട തന്തയും തള്ളയുമല്ലേ. അപ്പൊ അയാളും അമ്മയും മാത്രമേ ഉള്ളൂ. ഇവിടെയാണ് ചോരത്തിളപ്പിൽ ഓടി നടക്കുമ്പോൾ നമ്മൾക്ക് എന്തും ചെയ്യാമെന്ന് വിചാരിച്ചേക്കാം. പക്ഷെ മത്സരികളുടെ നാശപാതയാണതെല്ലാം. ഒരു കാര്യം മാത്രം ഓർത്തോ, അതൊരു ഇഷ്ടമില്ല പെണ്ണിനെ കെട്ടിയതൊന്നും അല്ല പ്രധാന വിഷയം. അതിലുപരിയായി ചോരത്തിളപ്പിൽ എന്തും ചെയ്യാമെന്ന് വിചാരിക്കരുത്. യുവാക്കളെക്കുറിച്ച് ജെറമ്യ പ്രവാചകൻ ഇന്ന് പറയുന്ന ഒരു വാക്യമുണ്ട്. ജെറമ്യ 2:31. ക്യാൻ യു റീഡ്? ജെറമ്യ 2-ാം അധ്യായം 31-ാമത്തെ വാക്യം. ഇന്ന് അവരെക്കുറിച്ച് പറയുന്ന 2-3 കാര്യങ്ങളാണ് പറയുന്നത്.
ചില എല്ലാ യുവാക്കളും അങ്ങനെയല്ല, ഒന്നാന്തരം അന്തസ്സായി ജീവിക്കുന്ന സഭാവിശ്വാസികളായിട്ടുള്ള ചെറുപ്പക്കാരുണ്ട്. എങ്കിലും ജെറമ്യാ 2-ാം വാക്യം, അവിടെ പറയുന്ന വാക്യം ജെറമ്യാ 2. ഇപ്പോഴത്തെ തലമുറയായുള്ളവേ യഹോവയുടെ അരുളപ്പാട് കേൾപ്പിൻ. യഹോവയുടെ അരുളപ്പാട് കേൾപ്പിൻ. ഞാൻ ഇസ്രായേലിന് ഒരു മരുഭൂമിയായിരിക്കുന്നുവോ? അന്ധകാര ദേശത്തായിരുന്നു ഞാൻ, അന്ധകാര പ്രദേശമായിരുന്നുവോ? ഞങ്ങൾ കെട്ടഴിഞ്ഞു നടക്കുന്നു, ഇനി നിന്റെ അടുക്കൽ വരികയില്ല എന്ന് എന്റെ ജനം പറയുന്നത്. ഇവര് പറയാണ്, ചെറുപ്പക്കാരോട് പറയാം, അവര് പറയാണ്, ഞങ്ങൾ കെട്ടഴിഞ്ഞ് നടക്കുന്നു, ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണം, ഞങ്ങൾക്ക് കെട്ടഴിഞ്ഞ് നടക്കണം. ചുമ്മാ വീട്ടിൽ നിന്ന് 2 ദിവസം രാവിലെ പ്രാർത്ഥിക്കണം, വെളുപ്പിലെ എഴുന്നേക്കണം, പിന്നെ പോകണം, അമ്മ പറയും പള്ളിയിൽ പോടാ പ്രാർത്ഥിക്കടാ എന്നൊക്കെ പറയും. കെട്ടഴിഞ്ഞ് നടക്കാനാണ് താല്പര്യം. എന്നിട്ട് രണ്ടാമത്തെ പറയാണ്, കെട്ടഴിഞ്ഞ് നടക്കണം, പിന്നെ ഞങ്ങൾ നിന്റെ അടുത്തേക്ക് ഇല്ല. എടാ, രാവിലെ 6:30 നമസ്കാരം തുടങ്ങുമ്പോ അമ്മ വേറെ പണിയൊക്കെ, അമ്മ അങ്ങോട്ട് പോകുക, ഞാൻ അങ്ങോട്ടില്ല. ഈ 2 കാര്യങ്ങളാണ് ഇന്ന് ചെറുപ്പക്കാർ പറയുന്നത്. യുവത്വ പറയാണ്, 1 കെട്ടഴിഞ്ഞ് നടക്കണമെന്നുള്ള ആഗ്രഹം, 2 ഞങ്ങൾ നിന്റെ അടുക്കലായിട്ടില്ല. മൂന്നാമതൊരു കാര്യം കൊണ്ടുണ്ട്. ആവർത്തന പുസ്തകം 32-ാം വാക്യം. മൂന്നാമതൊരു കൂട്ടം യുവാക്കളുണ്ട്, അവരെക്കുറിച്ച് പറയുന്നത് ആവർത്തന പുസ്തകം 32-ാം വാക്യം. ആവർത്തനം 32:17 വായിക്കൂ സാർ. അവർ ദുർഭൂതങ്ങൾക്ക് ദൈവമല്ലാത്തവയ്ക്ക് തങ്ങൾ അറിയാത്ത ദേവന്മാർക്ക് ബലി കഴിച്ചു. അവരുടെ പിതാക്കന്മാർ അവയെ ഭജിച്ചിട്ടില്ല. അവ നൂതനമായി ഉത്ഭവിച്ച, അവരുടെ പിതാക്കന്മാർ ഭജിച്ചിട്ടില്ലാത്ത നൂതന മിഥ്യാമൂർത്തികളുടെ പുറകിലാണെന്ന്. എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം ആളുകൾ പള്ളിയിലോട്ട് ഞാൻ ഇല്ലെന്ന് പറയും, ഒരു കൂട്ടം ആളുകൾ പറയും ഞങ്ങൾക്ക് കെട്ടഴിഞ്ഞ് നടക്കണം, അതുകൊണ്ട് അങ്ങോട്ടില്ലെന്ന് പറയും. ഒരു കൂട്ടം ചിലർ ദൈവത്തെ വിളിക്കണമെന്നൊക്കെ പറയുന്നവന്മാരുണ്ട്. അവര് ഇതുവരെയും കണ്ടിട്ടില്ലാത്ത, അവരുടെ പിതാക്കന്മാർ നടന്നിട്ടില്ലാത്ത മിഥ്യാമൂർത്തികളുടെ പുറകെയാണ്. എന്ന് പറഞ്ഞാൽ ധാരാളം മിഥ്യാമൂർത്തികൾ ഇറങ്ങിയിട്ടുണ്ട്. മിക്കവാറുള്ളവനെല്ലാം അതിന് പറയുകയാണ്, അവൻ കയ്യെ പിടിച്ച് ഡാൻസ് കളിച്ച് പാട്ട് കാണാൻ പ്രാർത്ഥനയാണ്. ഇവിടെ പറയുകയാണ്, നിങ്ങളുടെ പിതാക്കന്മാർ ഇതുവരെയും പോയിട്ടില്ലാത്ത മിഥ്യാമൂർത്തികളുടെ പുറകിലാണ്. ഈ 3 കൂട്ടമാണ് ചെറുപ്പക്കാരെ കുറിച്ച് ദൈവവചനം പറയുന്നത്. സ്നേഹിത, ജീവിതത്തിന്റെ ചോരത്തിളപ്പിൽ ഏതുവഴിയെങ്കിലും ഓടാനല്ല ദൈവം നമ്മെ ലോകത്തിലാക്കിയിട്ടുള്ളത്. ഈ കരുവേലകം പറയുന്ന ഒരു സന്ദേശം എന്താണെന്നോ, അതാണ് 5-ാമത്തെ കരുവേലകം. എഫ്രൈം വനദേശത്തെ കരുവേലകമാണ്. ഇതാണ് ഇവനെ കൊന്നത്. അവനെ മോളിൽ നിന്ന് താഴേക്ക് തൂക്കിയിട്ട് കരുവേലകത്തിന്റെ ആ മരത്തിൽ തൂക്കിയിട്ട കരുവേലകം ചെറുപ്പക്കാരുടെ, നമ്മുടെ യുവത്വത്തിൻ്റെ നാശത്തിൻ്റെ പാതയാണ്. മത്സരികൾക്കുള്ള നാശപാതയായി ഇത് കാണുകയാണ്. ദെൻ വീണ്ടും 6-ാമത്തെ കരുവേലകം. ഈ ഓരോ കരുവേലകവും ഓരോ സംഭവവും സന്ദേശം പറയുകയാണ്. ദീർഘമായി വിശദീകരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. 6-ാമത് 1 രാജാക്കന്മാർ 13-ാം അധ്യായം 14-ാം വാക്യം. 1 രാജാക്കന്മാർ 13-ാം അധ്യായം 14-ാമത്തെ വാക്യം. 1 രാജാക്കന്മാർ 13-14. അതിന് 11 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാൽ എളുപ്പം മനസ്സിലാവും. 1 രാജാക്കന്മാർ 13-ാം അധ്യായം 11 മുതലുള്ള വാക്യങ്ങൾ. 1 രാജാക്കന്മാർ 13-ാം അധ്യായം 11 മുതലുള്ള വാക്യങ്ങൾ വായിച്ചു സർ. 11-ാം വാക്യം മുതൽ 13-ാം അധ്യായം 11 മുതലുള്ള വാക്യങ്ങൾ. ഇതൊരു ദൈവവചന പഠനമായതുകൊണ്ട് ഞാൻ വായിപ്പിക്കുന്നത്. 1 രാജാക്കന്മാർ 13-ാമത്തെ അധ്യായം 11-ാമത്തെ വാക്യം മുതൽ. ബേഥേലിൽ വൃദ്ധനായ ഒരു പ്രവാചകൻ പാർത്തിരുന്നു. അവൻ്റെ പുത്രന്മാർ വന്ന് ദൈവപുരുഷൻ ബേഥേലിൽ ചെയ്ത കാര്യമൊക്കെയും അവനോട് പറഞ്ഞു. അവൻ രാജാവിനോട് പറഞ്ഞ വാക്കുകളും അവർ തങ്ങളുടെ അപ്പനെ അറിയിച്ചു. അവരുടെ അപ്പൻ അവരോട് അവൻ ഏത് വഴിക്ക് പോയി എന്ന് ചോദിച്ചു. യഹൂദിയയിൽ നിന്ന് വന്ന ഈ ദൈവപുരുഷൻ പോയ വഴി എന്ന് പുത്രന്മാർ കണ്ടിരുന്നു. അവൻ തൻ്റെ പുത്രന്മാരോട് കഴുതയ്ക്ക് കോപ്പിടുവിൻ എന്ന് പറഞ്ഞു. അവർ കഴുതയ്ക്ക് കോപ്പിട്ട് കൊടുത്തു. അവൻ അതിൻ്റെ പുറത്ത് കയറി ദൈവപുത്രൻ്റെ പിന്നാലെ ചെന്നു. അവൻ ഒരു കരുവേലകത്തിന് കീഴെ ഇരിക്കുന്നത് കണ്ട്, നീ യഹൂദിയയിൽ നിന്ന് വന്ന ദൈവപുരുഷനോ എന്ന് ചോദിച്ചു. അവൻ അതേ എന്ന് പറഞ്ഞു. അവൻ അവനോട്, നീ എന്നോടുകൂടെ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിക്കണം എന്ന് പറഞ്ഞു. അതിന് അവൻ, എനിക്ക് നിന്നോടുകൂടെ
പോയിക്കൂടാ, നിന്റെ വീട്ടിൽ കയറുകയോ ചെയ്തുകൂടാ. ഞാൻ ഈ സ്ഥലത്ത് വെച്ച് നിന്നോടുകൂടെ അപ്പം തിന്നുകയില്ല, വെള്ളം കുടിക്കുകയുമില്ല. നീ ഇവിടെ വെച്ച് അപ്പം തിന്നരുത്, വെള്ളം കുടിക്കരുത്, പോയ വഴിയായി മടങ്ങി വരികയും അരുത് എന്ന് യഹോവ അരുളപ്പാടായി എന്നോട് കൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് അവൻ വായിച്ച വേദഭാഗം നിങ്ങൾ വീട്ടിൽ വായിച്ചോ. 1 രാജാക്കന്മാർ 13-ാം അധ്യായം 11 മുതലുള്ള വാക്യങ്ങളാണ് അതിൻ്റെ ഉള്ളടക്കം. ദൈവപുരുഷനായ ഒരിടത്ത് ഒരു പ്രായമുള്ള പ്രവാചകൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ മക്കൾ നോക്കിയപ്പോൾ ഒരു പുതിയ പ്രവാചകൻ വന്ന് തൻ്റെ ശുശ്രൂഷ ചെയ്യുകയാണ്. ആ പ്രവാചകന്റെ ശുശ്രൂഷ കണ്ടപ്പോൾ ഈ മക്കൾ ചെന്ന് അപ്പനോട് പറഞ്ഞു, അപ്പ, ഒരു പ്രവാചകൻ വലിയ ശുശ്രൂഷകൾ ചെയ്യുന്നു. ഉടനെ അപ്പൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ, അപ്പൻ ചോദിച്ചാൽ അത് അങ്ങേരെ ഇവിടെ അവിടെ അന്വേഷിച്ച് ചെന്നപ്പോൾ ഒരു കരുവേലകത്തിൻ്റെ ചുവട്ടിൽ ഇരിക്കുകയായിരുന്നു ആ പ്രവാചകൻ. കരുവേലകത്തിൻ്റെ ചുവട്ടിൽ ചെന്നിരിക്കുന്ന പുരുഷനോട് ചോദിച്ചു, നീ ഒരു കാര്യം ചെയ്യ്, ഞങ്ങളുടെ വീട്ടിലോട്ട് വാ, അവിടെ വന്ന് ഭക്ഷണം കഴിച്ചിട്ടൊക്കെ പോവാം, നല്ല കാര്യമാണ്. അപ്പോൾ പ്രവാചകൻ പറഞ്ഞു, ദൈവം എന്നോട് പറഞ്ഞിട്ടുണ്ട് അവിടെ ആ വീടുകളിൽ കയറരുത്, കഴിക്കാൻ പോകരുത്, കുടിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ അങ്ങോട്ടില്ല എന്ന് പറഞ്ഞ് അങ്ങ് പറഞ്ഞു വിട്ടു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ സാക്ഷാൽ വല്യപ്പൻ പ്രവാചകൻ തന്നെ വന്നു. അദ്ദേഹം വന്ന് ഇവനോട് പറഞ്ഞു, എനിക്ക് ഇന്നലെ അരുളപ്പാടുണ്ടായി, നീ ഞങ്ങളുടെ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിക്കണം, കുടിക്കണം എന്നൊക്കെ പറഞ്ഞു. അവസാനം അദ്ദേഹത്തിന് ദൈവം കൊടുത്തിരുന്ന കൽപ്പന മാറ്റിയിട്ട് അവിടെ ചെന്ന് തിന്നു കുടിച്ച് പോയി. ഉടനെ ദൈവത്തിൻ്റെ ആത്മാവ് പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, നിന്നോട് പറഞ്ഞത് നീ ചെയ്യാതെ ലംഘിച്ചത് കൊണ്ട് നിന്റെ ജീവൻ ഇവിടെ വെച്ച് നിർത്തുകയാണ്. പോകുന്ന വഴിക്ക് അവനെ സിംഹം കീറിക്കൊന്നു എന്നാണ്. നിങ്ങൾ വീട്ടിൽ ചെന്ന് ഈ ഭാഗം വായിക്കണം. ഈ ദൈവപുരുഷനെ വഴിതെറ്റിച്ചത് ഒരു നേതാവ് തന്നെയാണ്. ദൈവപുരുഷന്മാരെ വഴിതെറ്റിക്കുന്ന, ട്രാക്ക് തെറ്റിക്കുന്ന നേതാക്കന്മാരുമുണ്ട്. ഈ ദൈവപുരുഷനെ വഴിതെറ്റിച്ചത്, ട്രാക്ക് തെറ്റിച്ചത് ഒരു പ്രവാചകൻ തന്നെയാണ്. അവിടെ പോകരുത്, തിന്നരുത്, തിന്നുകയും കുടിക്കാൻ ചെയ്യാതിരിക്കുന്നു, തിന്നുകയും കുടിക്കുകയൊന്നും ചെയ്യരുതെന്നൊന്നുമല്ല പ്രശ്നം. പക്ഷെ അവന് കൊടുത്തിരുന്ന കൽപ്പന ഏതായിരുന്നു? ഞങ്ങൾ അച്ഛന്മാർക്കൊക്കെ എവിടെയെങ്കിലും വന്നാൽ നിങ്ങൾ എന്തെങ്കിലും തിന്നുകയോ കുടിക്കുകയോ ഒക്കെ തരണം, അല്ലെങ്കിൽ പിന്നെ ഒരു വെള്ളം കുടിക്കാനും ഇല്ല, ആരും തരാനും ഇല്ലാതാകിപ്പോവും. നമ്മളൊക്കെ പണ്ടൊക്കെ പള്ളികളിലാണെങ്കിൽ ഇതിനൊക്കെ ആളുകളുണ്ടായിരുന്നു. ഇപ്പോൾ അതൊന്നും ഇല്ലെങ്കിലും അത് നിർത്തണമെന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. പക്ഷേ പ്രശ്നം, ആവശ്യമില്ലാത്തടത്തെല്ലാം ചെന്ന് കയറി തിന്നാനും കുടിക്കാനും കിടക്കാനും പോവല്ലേ, അപകടത്തിൽ പോയി ചാടും. ഇവിടാണ് ആത്മീയ നേതാക്കളായ ഞങ്ങൾ ജാഗരൂകരാകേണ്ടതിൻ്റെ ആവശ്യകത അവിടെയാണ്. ഞങ്ങൾ ആത്മീയ നേതാക്കളായി ഞങ്ങൾ ജാഗരൂകരാകേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ദൈവകൽപ്പനയെ ലംഘിച്ച് എല്ലായിടത്തും പോയി തിന്നാനും കുടിക്കാനും കിടക്കാനും പോയി അപകടങ്ങളിൽ ചാടരുത്. ഇവിടെ ട്രാക്ക് തെറ്റിക്കുന്ന, കഴിവെങ്കിൽ അഭിഷിക്തന്മാരെയും ട്രാക്ക് തെറ്റിക്കുന്ന സംവിധാനങ്ങൾ ഇന്ന് ലോകത്തിലുണ്ട്. അതുകൊണ്ട് വളരെ കെയർഫുൾ ആയില്ലെങ്കിൽ അപകടത്തിൽ പോയി ചാടും എന്ന് പഠിപ്പിക്കുന്നതാണ് ഈ കരിവേലകം. ദൈവപുരുഷനെ വഴിതെറ്റിച്ച കരിവേലകത്തിൻ്റെ ചുവട്. ഞങ്ങളെപ്പോലുള്ളവരൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ദൈവിക പ്രമാണമാണിത്. അത് ആ പ്രവാചകൻ പറഞ്ഞു, ഒരു വല്യപ്പൻ പ്രവാചകൻ വന്ന് പറഞ്ഞു, ഞാൻ ഇന്നലെ ദർശനം കണ്ടു എന്നൊക്കെ പറഞ്ഞ് കള്ളം പറഞ്ഞ് ഈ പാവപ്പെട്ടവനെ കുഴി ചാടിച്ചാണ്. അയാളെ പോയി അവസാനം സിംഹം പിടിച്ച് കൊല്ലേണ്ടി വന്നു. നിങ്ങൾ വീട്ടിൽ ചെന്ന് ഈ പോർഷൻ മുഴുവൻ ശാന്തമായി ഇരുന്ന് വായിക്കണം. ട്രാക്ക് തെറ്റിക്കുന്ന നേതാക്കന്മാരും ഉണ്ട്. വല്ലവൻ്റെ വീട്ടിലെ തീറ്റയും കുടിയും ഒക്കെ പലപ്പോഴും നമ്മളെ അപകടത്തിലേക്ക് കൂടി എത്തിക്കും എന്നുകൂടെ ശ്രദ്ധിച്ചു കൊള്ളുക. മീഖ പ്രവചനം 3-ാം അധ്യായം 5-ാം വാക്യത്തിൽ ഒരു വാക്കുണ്ട്. ആ വാക്യം പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടുകയാണ്. യെരോബെയാമിൻ്റെ കാലത്ത് ധാരാളം അനീതികളും കള്ളപ്രവാചകന്മാരും ഉണ്ടായ ഒരു കാലമാണത്. അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു ചിത്ത നമ്മോട് പറയാണ്. മീഖ 3-ാം അധ്യായം 5-ാം വാക്യം വായിക്കാം സർ. എന്റെ ജനത്തെ തെറ്റിച്ചു കളയുകയും, എന്റെ ജനത്തെ തെറ്റിച്ചു കളയുകയും, പല്ലിന് കഴിപ്പാൻ വല്ലതും ഉണ്ടെങ്കിൽ സമാധാനം പ്രസംഗിക്കുകയും, ആ കഴിപ്പാൻ വല്ലതും ഉണ്ടെങ്കിൽ സമാധാനം പ്രസംഗിക്കുകയും, അവരുടെ വായിൽ ഒന്നും ഇട്ടുകൊടുക്കാത്തവൻ, അവരുടെ വായിൽ ഒന്നും വിട്ടുകൊടുക്കാത്തവന്റെ നേരെ വിശുദ്ധ യുദ്ധം ഒന്നും ഇട്ടുകൊടുക്കാത്തവന്റെ നേരെ വിശുദ്ധ യുദ്ധം പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന നേതാക്കന്മാർ, പ്രവാചകന്മാരെ കുറിച്ച് യഹോവ ഇപ്രകാരം. അതാണ്. അത് മുഴുവൻ വായിക്കേണ്ട. വായിച്ചാൽ നിങ്ങൾക്ക് കേൾക്കാൻ സന്തോഷമായിരിക്കും, പക്ഷേ നമുക്ക് വായിക്കാൻ സങ്കടമായിരിക്കും. അതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവിടെ പറയുകയാണ്,
കഴിക്കാൻ വല്ലതും കൊടുക്കുന്നവനോട് സന്തോഷവും അല്ലാത്തവനോട് ശാപവും കൊടുക്കുന്ന നേതാക്കന്മാരുണ്ട്. ട്രാക്ക് തെറ്റിക്കുന്ന ലീഡേഴ്സ്. വളരെ സൂക്ഷിക്കേണ്ട, വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇവിടെ കരിവേലകമാണ് എൻ്റെ വിഷയം. ദൈവപുരുഷനെ വഴിതെറ്റിച്ച കരിവേലകം. സ്നേഹിതരെ, ഓരോ കരിവേലകവും പറയുന്ന കഥ ദൈവിക പ്രമാണങ്ങളുടെ കൂമ്പാരമാണ്. ഏഴാമത്തെ കരിവേലകം യെശയ്യാ പ്രവചനം 1-ാം അധ്യായം 28 മുതൽ 30 വരെയുള്ള 2 വാക്യങ്ങൾ. യെശയ്യാവ് 1-ാം അധ്യായം 28 മുതൽ 30 വരെ. യെശയ്യാവ് 1-ാം അധ്യായം 28 മുതൽ 30 വരെ. യെശയ്യാ പ്രവചനം 1-ാമത്തെ അധ്യായം 28 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ. എന്നാൽ അതിക്രമികൾക്കും പാപികൾക്കും ഒരുപോലെ നാശം വരും. യഹോവയെ ഉപേക്ഷിക്കുന്നവർ മുടിഞ്ഞു പോകും. നിങ്ങൾ താല്പര്യം വെച്ചിരിക്കുന്ന കരിവേലകത്തെ കുറിച്ച് നാണിക്കും. നിങ്ങൾ താല്പര്യം വെച്ചിരിക്കുന്ന കരിവേലകളെ കുറിച്ച് ലജ്ജിക്കും. 30-ാമത്തെ വാക്യം. നിങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്ന തോട്ടങ്ങൾ നിമിത്തം ലജ്ജിക്കും. നിങ്ങൾ ഇലകൊഴിഞ്ഞ കരിവേലകം പോലെയും വെള്ളമില്ലാത്ത നിങ്ങൾ ഇലകൊഴിഞ്ഞ കരിവേലകം പോലെ. ഇവിടെ 2 കരിവേലകത്തിന് പ്രത്യേകത പറയാണ്. താല്പര്യം വെച്ച കരിവേലകങ്ങൾ ഇന്ന് ഇലകൊഴിഞ്ഞ കരിവേലകങ്ങളായിപ്പോയി. യെശയ്യാവ് 1:28 മുതൽ 30 വരെ. താല്പര്യം വെച്ചിരുന്ന കരിവേലകങ്ങൾ പലതും ഇന്ന് ഇലകൊഴിഞ്ഞ കരിവേലകം പോലെ ആയിപ്പോയി. നമ്മൾ ശ്രദ്ധിച്ചു നോക്കിക്കോ, നമുക്കൊക്കെ താല്പര്യമുണ്ടായിരുന്ന പലതും ഇന്ന് ഇലകൊഴിഞ്ഞ പോലെയായി. ഒരു മനുഷ്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട താല്പര്യം വെക്കുന്ന നമ്മുടെ ഭാവം എന്താ? മുഖഭാവമല്ലേ? നമ്മൾ താല്പര്യം വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ചുണ്ടാണ്. ചുമപ്പിക്കാനും ഇതിന് നിൽക്കാനും പണി ചെയ്യാനൊക്കെ ഉപയോഗിച്ചിരുന്നു. എല്ലാം മറച്ചില്ലേ? താല്പര്യം വെച്ചിരുന്ന ചുണ്ട് ഇന്ന് ആരും കാണാത്ത പരുവത്തിലാക്കിയില്ലേ? താല്പര്യം വെച്ചിരുന്ന മൂക്ക് ആരും കാണാത്ത പോലെ മൂടി കെട്ടിയില്ലേ? അതിൽ എത്രയോ പണി ചെയ്തുകൊണ്ടിരുന്ന ഇപ്പം ആർക്കും പണി കാണുകയോ വേണ്ട. താല്പര്യം വെച്ചിരുന്നതെല്ലാം ഇന്ന് ഇല കൊഴിഞ്ഞു പോയില്ലേ? ഏതിലൊക്കെ നമ്മൾ താല്പര്യം വെച്ചോ അതെല്ലാം ഇന്ന് ഇല കൊഴിഞ്ഞു പോയി. ഒരു മനുഷ്യൻ ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരനായിരുന്നു, നിങ്ങൾക്കറിയാം. വീട്ടിൽ ചെന്ന് വായിച്ചാൽ മതി, അവൻ്റെ കഥ അറിയാത്തവരാരും ഇവിടില്ല. ആ ദേശത്തെ ഏറ്റവും വലിയ ധനവാൻ. ഇപ്പോ അവന്റെ സമ്പത്ത് മുഴുവൻ നശിച്ചു, മക്കളെല്ലാം നശിച്ചു, എല്ലാം പോയി. ഇപ്പോൾ അങ്ങേരുടെ കയ്യിൽ ആകെ ഒരു സാധനം മാത്രമേ ഉള്ളൂ. എന്താണെന്നറിയാമോ? യോബിന്റെ പുസ്തകം 2-ാം അധ്യായം 8-ാം വാക്യം വായിക്കണ്ട. ഒരു ഓട്ട് കഷ്ണം. എന്തിനാ? ചൊറിയാൻ. ഒരു ഓട്ട് കഷ്ണം മാത്രമേ ഉള്ളൂ. എടോ, ഇയാടെ ആടുകളൊക്കെ ഇവിടെ പോയി, ബാക്കിയുള്ളവരെന്ത് പോയി, കാശ് എവിടെ പോയി, ആരോഗ്യം എവിടെ പോയി. ഇപ്പൊ എന്തുകൊണ്ട്? ഒരു ഓട്ട് കഷ്ണം വിട്ട് ചുരണ്ടിക്കൊണ്ടിരിക്കുക. നാം പ്രിയം വെച്ച പലതും ഇലവാടിയതുപോലെ ആയിപ്പോയി, ഇലയില്ലാത്ത കരിവേലകങ്ങളായിപ്പോയി. പ്രിയപ്പെട്ടവരെ, പ്രിയം വെക്കുന്നതും താല്പര്യം വെക്കുന്നതൊന്നും സ്ഥായിയല്ല എന്ന് തിരിച്ചറിയാൻ ഈ കരിവേലകം നമ്മെ പഠിപ്പിക്കുകയാണ്. അതാണ് 7-ാമത്തെ കരിവേലകം. താല്പര്യം വെച്ച കരിവേലകം അത് ഇല കൊഴിഞ്ഞു പോയി എന്ന സത്യം തിരിച്ചറിയേണ്ടതാണ്. നമുക്ക് ഇല തന്നിരിക്കുന്നത് എന്തിനാണെന്നറിയാമോ? എന്തിനാണ് ഇല തന്നത്? മറ്റുള്ളവർക്ക് തണൽ കൊടുക്കാനാണ്. അവിടെ കാരാവിലെ കല്യാണം വരുന്നില്ലേ, ആ പാത്രം എടുത്ത് അകത്ത് വെച്ച് കൽപാത്രത്തിനകത്ത് നിറച്ചത് എന്തിനാണ്? എന്തിനാണ് കൽപാത്രത്തിനകത്ത് നിറച്ചത്? പാത്രത്തിന് കുടിക്കാനല്ല, പിന്നെ മറ്റുള്ളവർക്ക് പകരാനാണ്. മറ്റുള്ളവർക്ക് പകരാൻ വേണ്ടിയാണ് കൽപാത്രത്തിൽ വെള്ളം നിറച്ചത്. നമുക്ക് ദൈവം തന്നിരിക്കുന്ന താല്പര്യം വെച്ച പലതും സ്ഥായിയല്ല എന്ന് തിരിച്ചറിഞ്ഞോണം. അതിപ്പോൾ ഇല കൊഴിഞ്ഞ കരിവേലകം പോലെ ആയിപ്പോയി. 2 കരിവേലകത്തെക്കുറിച്ച് പറഞ്ഞ് ഞാൻ പ്രസംഗം അവസാനിപ്പിക്കും. 1 സാമുവേൽ 10-ാം അധ്യായം 1-ാം വാക്യം, 3-ാം വാക്യം, 6-ാം വാക്യം. 3 വാക്യങ്ങൾ മാത്രം. 1 സാമുവേൽ 10-ാം അധ്യായം 1-ാം അധ്യായം 1-ാം വാക്യം, 3-ാം വാക്യം, 6-ാമത്തെ വാക്യം. അവിടെ ശമൂവേലിനെ അഭിഷേകം ചെയ്ത ചിത്രമാണ് പറയുന്നത്. അവിടെ എന്താ കാണുന്നറിയാമോ? 1 സാമുവേൽ 10-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, ശമൂവേലിനെ തൈലക്കുപ്പി കൊണ്ട് അവൻ്റെ തലയിൽ തൈലമൊഴിച്ച് അഭിഷേകം ചെയ്തു. എന്നിട്ട് അഭിഷേകം ചെയ്തവൻ അങ്ങോട്ട് പോകുമ്പോൾ 3-ാമത്തെ 6-ാമത്തെ വാക്യം എന്താണെന്നറിയാമോ?
ഒരാൾ 3 സാധനം കൊണ്ട് വരുന്നത് കണ്ടു. അപ്പം, വീഞ്ഞ്, ആട്ടിൻകുട്ടി. ഈ 3 സാധനം കയറി ബേഥേലിലേക്ക് പോവുകയാണ്. അപ്പം, വീഞ്ഞ്, ആട്ടിൻകുട്ടി. എന്നിട്ട് ഒരു കരുവേലകം, താബോറിലെ കരുവേലകത്തിന്റെ അവിടെയാണ് അവൻ ശൗൽ ചെന്ന് നിൽക്കുമ്പോ, താബോറിലെ കരുവേലകത്തിൽ നിൽക്കുമ്പോഴാണ് ഇത് 3 കണ്ടത്. എന്തൊക്കെ? അപ്പം, വീഞ്ഞ്, ആട്ടിൻകുട്ടി. സറക്കാൻ ആ വാക്യം 1 സമൂവേൽ 10-ാമത്തെ അധ്യായം, അതിന് 3-ാമത്തെ വാക്യവും 6-ാമത്തെ വാക്യം. 1-ാം വാക്യം, 3-ാമത്തെ വാക്യം, 6-ാം വാക്യം. 3 വാക്യങ്ങൾ. അപ്പോൾ ശമൂവേൽ തൈലപാത്രം എടുത്ത് അവന്റെ തലയിൽ ഒഴിച്ചു, അവനെ ചുംബിച്ചു പറഞ്ഞത്, യഹോവ തന്റെ അവകാശത്തിന് പ്രഭുവായി നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. 3-ാം വാക്യം. 3-ാമത്തെ വാക്യം, അവിടെ നിന്ന് നീ മുമ്പോട്ട് ചെന്ന് അബോരിലെ കരുവേലകത്തിനരികിൽ എത്തുമ്പോൾ ഒരുത്തൻ 3 ആട്ടിൻകുട്ടിയെയും വേറൊരുത്തൻ 3 അപ്പവും വേറൊരുത്തൻ 1 തുരുത്തി വീഞ്ഞും ചുമന്നുകൊണ്ട് ഇങ്ങനെ 3 പുരുഷന്മാർ ബേഥേലിൽ. ബാക്കി വീട്ടിൽ നിങ്ങൾ വായിച്ചോ. ബേഥേലിൽ താബോറിലെ കരുവേലകമാണ് ഇവിടെ 8-ാമത്തെ കരുവേലകം. താബോറിലെ കരുവേലകത്തിൽ ചെല്ലുമ്പോൾ നീ കാണുന്നത് ഇവനെ അഭിഷേകം ചെയ്തതാണ് തൈലം കൊണ്ട്. അവിടെ ചെല്ലുമ്പോൾ നീ ഒരു മനുഷ്യൻ അപ്പം ചുമന്നുകൊണ്ട് വരുന്ന കാണും, വേറൊരാൾ വീഞ്ഞ് ചുമന്നുകൊണ്ട് വരുന്ന കാണും, ഒരാൾ ആട്ടുകുട്ടിയെ ചുമന്നുകൊണ്ട് വരുന്ന കാണും. 4 പ്രതീകങ്ങളാണ് ഇവിടെ താബോറിലെ കരുവേലകവുമായി ബന്ധപ്പെട്ട് കണ്ടത്. എന്തൊക്കെ? 1 അഭിഷേക തൈലം, അഭിഷേകം. 2 ആട്ടിൻകുട്ടി. 3 അപ്പം. 4 വീഞ്ഞ്. ഈ 4 സാധനങ്ങളും എന്താണ്? ഇത് 4 ആരാധനയുടെ പ്രതീകങ്ങളാണ്. വിശദീകരിക്കാൻ സമയം എടുക്കുന്നില്ല. അപ്പം, വീഞ്ഞ്, ആട്ടിൻകുട്ടി, ഇത് 3 കാണുന്നത് അഭിഷേകം ചെയ്തവർക്ക് ഉള്ള ദർശനമാണ്. നമ്മൾ ആത്മാവിനാൽ അഭിഷേകം ചെയ്യപ്പെട്ടവരാണ്. അവർക്ക് അനുഗ്രഹത്തിനായി ലഭിച്ചിട്ടുള്ളതാണ് അപ്പം, വീഞ്ഞ്, ഈ ആട്ടിൻകുട്ടി. താബോറിലെ കരുവേലകം നമ്മെ ആരാധനയിലേക്ക് നയിക്കുന്നതാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ ശൗലിന്റെ അവസ്ഥ അങ്ങ് മാറി. ശൗലിനെ പിന്നെ പറയുന്നത് എന്താണെന്നറിയാമോ? 10-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിൽ ശമൂവേലിനെ കണ്ടപ്പോൾ എന്താ പറഞ്ഞ വാക്യം എന്നറിയാമോ? 10-ാം അധ്യായം 6-ാമത്തെ വാക്യം, അവൻ യഹോവയുടെ ആത്മാവ് ശക്തിയോടെ നിന്റെ മേൽ വന്നിട്ട് നീയും അവനോടുകൂടെ പ്രവചിക്കുകയും ആൾ മാറിയതുപോലെ ആയിത്തീരുകയും. ഇത് ഈ 4 സംഗതികൾ ഒരു മനുഷ്യനിലേക്ക് വരുമ്പോ ദൈവത്തിന്റെ ആത്മാവ് അവനിൽ ശക്തിയോടെ വരികയും അവൻ ആൾ മാറിയതുപോലെയാകും എന്ന് പറഞ്ഞാൽ നീ പുതിയ മനുഷ്യനായി. അയ്യോ ഇവനെങ്ങ മാറിപ്പോയോ? ആള് മാറിയതുപോലെ ആക്കാൻ വേണ്ടിയാണ് ഈ ആരാധന. അപ്പവും വീഞ്ഞും ആട്ടിൻകുട്ടിയും അഭിഷേകവും എല്ലാം ആള് മാറിയതുപോലെ ആക്കാൻ വേണ്ടിയാണ്. ഇതാണ് ഈ കരുവേലകം നൽകുന്ന സന്ദേശം. താബോറിലെ കരുവേലകം. ഒരു വാക്കോട് പറഞ്ഞ് ഞാൻ നിർത്തട്ടെ. യെശയ്യാവ് 6-ാം അധ്യായം 13-ാമത്തെ വാക്യം. 9-ാമത്തെ കരുവേലകം യെശയ്യാവ് 6-ാം അധ്യായം 13-ാമത്തെ വാക്യം. കരുവേലകത്തിന്റെ 9-ാമത്തെ സന്ദേശം അതാണ്. യെശയ്യാവ് 6:13. കരിമരവും കരുവേലകവും. യെശയ്യാവ് 6-ാം അധ്യായം 13-ാമത്തെ വാക്യം. അതിൽ 1 ദശാംശമെങ്കിലും ശേഷിച്ചാൽ അത് വീണ്ടും നാശത്തിന് ഇരയായിത്തീരും. എങ്കിലും കരിമരവും കരിവേലകവും വെട്ടിയിട്ടാൽ അവയുടെ കുറ്റി ശേഷിച്ചിരിക്കും. അതാണ് കരിവേലകവും കരിമരവും വെട്ടിയിട്ടാലും അതിൽ നിന്ന് കളിച്ചു വരും. വെട്ടിയാലും നശിക്കാത്ത കരിവേലകം. വിശുദ്ധ സന്തതിയായി മതി സർമതി. കരിവേലകത്തിന്റെ 9-ാം പ്രത്യേകത ഇതാണ്, വെട്ടിയാലും നശിക്കാത്ത കരിവേലകം. സ്നേഹിതരെ, നമ്മളൊക്കെ എത്രയോ കാലം മുമ്പേ നശിച്ചു പോകുമെന്ന് വിചാരിച്ചവരാണ്, തകർന്നു പോകുമെന്ന് വിചാരിച്ചവരാണ്. പക്ഷെ വെട്ടിയിട്ടും അനേകർ വെട്ടിയിട്ടും നശിച്ചു പോകാതെ ഉയർന്നു വന്ന കരിവേലകങ്ങളാണ് നിങ്ങളെല്ലാം. ഓരോരുത്തർക്കും കഥ പറയാൻ ധാരാളമുണ്ട്. വെട്ടിയിട്ടാട്ടും കരിഞ്ഞു പോകാതെ കരിവേലകം വെട്ടിയിട്ടിട്ടും കിളിർത്ത് വന്ന കരിവേലകങ്ങളാണിതല്ല. നിങ്ങളുടെ ഓഫീസിൽ നിങ്ങളെ എത്ര പേര് വെട്ടിയിടാൻ ശ്രമിച്ചു? നിങ്ങളുടെ പ്രവർത്തന മേഖലയിൽ നിങ്ങളെ തകർക്കാൻ എത്ര പേര് ശ്രമിച്ചു? നിങ്ങളുടെ ജീവിതത്തിൽ എത്രയോ തകർച്ചകൾ സംഭവിച്ചു. പക്ഷേ അവിടെ നിന്നൊക്കെ വെട്ടിയിട്ടിട്ടും
ഉയർത്തെഴുന്നേറ്റ കരിവേലകങ്ങളാണ്, വെട്ടിയാലും നശിക്കാത്ത കരിവേലകം. ദൈവം വീണ്ടെടുത്തത് അങ്ങനെയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ഈ ഓശാനായ കഴുതയുടെ കഥയൊക്കെ അറിയാം. അവിടെ കഴുതക്കുട്ടിയെ രക്ഷപ്പെടുത്താൻ നിങ്ങൾ ഒരു വാക്ക് വായിച്ചോ? സർ, പുറപ്പാട് പുസ്തകം 13-ാം അധ്യായം 13-ാം വാക്യം അത് വായിച്ച് നിർത്തുകയാണ്. പുറപ്പാട് 13:13. ഒരു കഴുതയെ വീണ്ടെടുക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. കഴുതക്കുട്ടിയെ വീണ്ടെടുക്കുന്നത് എങ്ങനെയാണ്? ഒരാൾക്കൊരു കഴുതക്കുട്ടി ഉണ്ടായാൽ, ഒരു പെൺ കഴുതയായാൽ അതിനെ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പുറപ്പാട് പുസ്തകം 13-ാം അധ്യായം 13-ാമത്തെ വാക്യം. എന്നാൽ കഴുതയുടെ കുഞ്ഞിനെ, കടിഞ്ഞൂലിനെ ഒക്കെയും ആട്ടിൻകുട്ടിയെ കൊണ്ട് വീണ്ടുകൊള്ളണം. അതിനെ വീണ്ടുകൊള്ളുന്നില്ല എങ്കിൽ അതിന്റെ കഴുത്ത് ഒടിച്ചു കളയണം. ഇവിടെ പറയാണ് കഴുതയുടെ കടിഞ്ഞൂൽ, ആ കടിഞ്ഞൂലിനെ ഒരാട്ടിൻകുട്ടിയെ വിട്ട് അതിനെ വീണ്ടെടുക്കണം. അങ്ങനെ വീണ്ടെടുക്കാൻ ഒരു ആട്ടിൻകുട്ടി ചെന്നില്ലെങ്കിലോ എന്ത് ചെയ്യണം? അതിനെ കഴുത്തൊടിച്ച് കൊല്ലണം. ഈ കഴുതക്കുട്ടി കഴുത്തൊടിഞ്ഞ് ചാകേണ്ടതാണ്. പക്ഷെ അതിനെ വീണ്ടെടുക്കാൻ ഒരു ആട്ടിൻകുട്ടിയെ കൊണ്ടാണ് ആ കഴുതയെ വീണ്ടെടുത്തത്. ആ വീണ്ടെടുത്ത ആട്ടിൻകുട്ടിയാണ് കർത്താവ്. ഞാനും നിങ്ങളും കഴുത്തൊടിഞ്ഞ് ചാകേണ്ട കഴുതകളാണ്. പക്ഷേ നമ്മെ വീണ്ടെടുത്തത് ഈ കാൽവറിയിലെ കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ടാണ്. വെട്ടിയിട്ടും നശിക്കാതിരിക്കുന്നത് അതുകൊണ്ടാണ്. അവിടെ കഴുത്തൊടിഞ്ഞു ചാകേണ്ട കഴുതക്കുട്ടിയെ ചാകാതെ നിർത്തിയത് ഒരാട്ടിൻകുട്ടി കൊണ്ടാണ്. ഈ വിടുതലാണ് ദൈവം നമുക്ക് നൽകിയത്. വെട്ടിയാലും നശിക്കാത്ത കരിവേലകം. ഈ കരിവേലകമാണ് നമുക്ക് നൽകുന്ന 9 സന്ദേശങ്ങളാണ് ഞാൻ ഓർപ്പിച്ചത്. ആ കുഞ്ഞാട് കൊണ്ടാണ് നമ്മെ വീണ്ടെടുത്തത്. ചങ്കിലെ ചോര കൊണ്ട് അവനെന്നെയും വീണ്ടെടുത്തു, ചങ്കോടണച്ചവനെ നിന്നിൽ ഞാൻ ചാരിടുന്നു, ചങ്കോടണച്ചവനെ നിന്നിൽ ഞാൻ ചാരിടുന്നു. വെട്ടിയതാണ്, അതിന്റെ കൊറ്റി പോലും ഇല്ലാതായതാണ്. പക്ഷേ അവിടെ ഒന്ന് കിളിർത്ത് വരാൻ സഹായിച്ചൊരു സർവശക്തൻ. അവൻ ചങ്കോട് ചേർത്ത് വെച്ചത് കൊണ്ടാണ് ഞാൻ നിങ്ങളും ഈ നിലയിൽ ആയിട്ടുള്ളത്. കരിവേലകം നൽകുന്ന 9 സന്ദേശങ്ങളാണ് ഇന്ന് രാത്രി പറയാൻ ഞാൻ ശ്രമിച്ചത്. കഥ പറയുന്ന കരിവേലകങ്ങൾ, അതാണ് നമ്മുടെ ഇന്നത്തെ പ്രഭാഷണ വിഷയം. 1, ശേഖേമിലെ കരിവേലകം, കുണുക്കുകൾ കുഴിച്ചിട്ട കരിവേലകം. 2, ബഥേലിലെ കരിവേലകം, റെബേക്കയുടെ ധാത്രി ദെബോരയെ അടക്കിയ കരിവേലകം. 3, ദൈവവചനത്തിൽ സാക്ഷി നിന്ന കരിവേലകം. യോശുവ പറഞ്ഞു, ഞാനും എൻ്റെ കുടുംബവുമായി യഹോവയെ സേവിക്കുമെന്ന് അറിയിച്ച കരിവേലകം. 4, ഗിദെയോനെ തെരഞ്ഞെടുത്ത, ദൈവപുരുഷനെ തെരഞ്ഞെടുത്ത കരിവേലകം, ഒഫ്രയിലെ കരിവേലകം. 5, എഫ്രൈം വനദേശത്ത് അവിടെ മത്സരയുടെ ജീവൻ എടുത്ത കരിവേലകം. 6, ദൈവപുരുഷനെ വഴിതെറ്റിച്ച കരിവേലകം. 7, താല്പര്യം വെച്ച കരിവേലകം, പക്ഷേ ഇലകൊഴിഞ്ഞു പോയി. 8, ആരാധനയുടെ കരിവേലകം അഥവാ താബോറിലെ കരിവേലകം. 9, വെട്ടിയാലും നശിക്കാത്ത കരിവേലകം. കരിവേലകം വെറും ഒരു തടിയുടെ കഥയല്ല, അനുദിന ജീവിതത്തിൻ്റെ ആത്മീയ അനുഭവങ്ങളാണ്. സ്നേഹിതരെ, ദൈവം ഈ വചനങ്ങളാൽ നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു.